കർത്താവിനെ വെച്ചാൽ ഇന്ന് ദൈവസഭ പ്രാക്ടീസ് ചെയ്യുന്ന ചില ആശയങ്ങളിലേക്ക് വരുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. കഴിഞ്ഞ 3 ആഴ്ചയായി ഞാൻ അതിനു വേണ്ടി ഒരു ബേസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളെ പ്രോപ്പർ ചാനലിൽ വന്നെങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അത് ഗ്രഹിക്കത്തക്കവണ്ണം ഒരു ബേസ് ഉണ്ടാകേണ്ടതിന് കഴിഞ്ഞ 3-4 ആഴ്ചകളായി നമ്മൾ ശ്രമിക്കുകയായിരുന്നു. പ്രാരംഭത്തിങ്കിൽ അബ്രഹാം കുഴിച്ചിരുന്നതായ കുഴികളെ ഫെലിസ്ത്യമല്ലന്മാർ മൂടിക്കളകയും ഇസഹാക്ക് ആ കിണറുകൾ തിരികെ കുഴിച്ച് അതിന് പഴയ പേരിടുകയും ചെയ്തു. തുടർന്ന് പുതിയ കിണറുകൾ കുഴിച്ചു. അതിനെക്കുറിച്ച് ആരും വഴക്കിന് വരാഞ്ഞതുകൊണ്ട് ദൈവം നമുക്ക് അനുകൂലമായി എഴുന്നേറ്റു എന്നൊരു നിഗമനത്തിലെത്തുകയും ഇപ്പോൾ നമുക്കൊരു ഇടമുണ്ടാക്കി ഇനിയും കർത്താവ് നമ്മളെ വികസിപ്പിക്കും, വളർത്തും എന്ന് പറയുകയും ചെയ്തുകൊണ്ട് വളർച്ച എന്നർത്ഥം വരാവുന്ന രഹബോത്ത് എന്ന സ്ഥലത്തിന് പേരിട്ടു. ഇതായിരുന്നു നമ്മൾ ചിന്തിച്ചു വന്നത്. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ ഇന്നുകൊണ്ട് മൂടപ്പെട്ട കിണറുകൾ തിരികെ കുഴിക്കുന്നതും പഴയ പേരുകൾ അതിനിടുന്നതും, പേരിനൊക്കെ പ്രാധാന്യമുണ്ട്, പഴയ പേരുകൾ അതിനിടുന്നതും ആത്മമണ്ഡലത്തിൽ എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് ദൈവസഭ പ്രാക്ടീസ് ചെയ്യുന്ന പല ഉപദേശ വിഷയങ്ങളെയും തൊടുവാൻ ആഗ്രഹിക്കുന്നു. അതിനകത്ത് എന്തുകൊണ്ട് നാം വിശ്വസിക്കുന്നു, എങ്ങനെ വിശ്വസിക്കുന്നു എന്നതിൻ്റെ തെളിവുകൾ തിരുവചനത്തിൽ നിന്ന് എടുക്കുവാൻ ഗൗരവമായി താല്പര്യപ്പെടുന്നു. രഹബോത്ത് എന്ന വിഷയത്തിൽ നമ്മൾ ദീർഘമായി ചിന്തിച്ചു വന്നത് അബ്രഹാം മുതൽ മോശ വരെയുള്ള ചരിത്രം. ഇതിനകത്ത് അബ്രഹാം തികഞ്ഞ ജാതിയായിരുന്നു. ജാതികീയ പാറ്റേണുകൾ, ആരാധനക്രമങ്ങൾ, സംസ്കാരങ്ങൾ എല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവിടെ മുതൽ ദൈവം അദ്ദേഹത്തെ വിളിച്ച് പടിപടിയായി രൂപാന്തരപ്പെടുത്താൻ തുടങ്ങി. തൻ്റെ ജീവിതത്തിൽ ഒരുപാട് രൂപാന്തരം ഉണ്ടായി. അതിനുശേഷം ഇസഹാക്ക് ജനിച്ചു. ഇസഹാക്കാണ് രഹബോത്ത് എന്ന പേരിട്ടത്. കാര്യം അബ്രഹാമിൻ്റെ കാലത്ത് അബ്രഹാം പല കിണറുകൾ കുഴിക്കുകയും തൻ്റെ യാത്ര ചെയ്തിരുന്ന സ്ഥലങ്ങളിൽ കിണറുകൾ കുഴിച്ചെടുത്ത് ഫെലിസ്ത്യർ വരികയും ശല്യപ്പെടുത്തുകയും മണ്ണിടുകയും മൂട്ടുകയും അബ്രഹാമിനെ ഓടിക്കുകയും തൻ്റെ ഭാര്യയെ പിടിച്ചുകൊണ്ട് പോവുകയും നമ്മളൊക്കെ നേരിടുന്നതിനേക്കാളൊക്കെ ഉന്നതമായ പ്രശ്നങ്ങൾ സഹിച്ചു. ദൈവം അവരെയൊക്കെയും ഉടച്ചു, അവരെയൊക്കെയും റീമോൾഡ് ചെയ്തു, ദൈവിക രൂപത്തിലേക്ക് അവരെ കൊണ്ടുവന്നു. അങ്ങനെ അജാതികീയത്വത്തിൽ നിന്ന് മാറ്റി മോശയുടെ കാലമായപ്പോഴത്തേക്ക് ആകെ വ്യത്യാസത്തിലേക്ക് വന്നു. തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളോടുകൂടെ എണ്ണപ്പെടാത്തവർ, ദൈവത്തിൻ്റെ വിശുദ്ധ നിവാസം എന്നിങ്ങനെ വിളിക്കത്തക്കവണ്ണം ജനം ആകെ മാറി. അങ്ങനെ മാറിയ ജനത്തിൻ്റെ കയ്യിൽ ദൈവം തൻ്റെ പ്രമാണം ഏൽപ്പിച്ചു. അതാണ് മോശയുടെ കയ്യിൽ ദൈവം പ്രമാണം ഏൽപ്പിക്കുന്നത്. ഹോരേബ് പർവ്വതത്തിൽ വെച്ച് ദൈവം അത് കൊടുത്തു. ആദമിനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പറഞ്ഞു വിട്ടത് മുതൽ 50ാമത്തെ ജൂബിലി തികയുന്ന ദിവസമാണ് ഹോരേബ് പർവ്വതത്തിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് ഈ പ്രമാണങ്ങൾ ഏൽപ്പിച്ചത് എന്ന് യഹൂദന്മാരുടെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. അതോടുകൂടെ അവരുടെ പഴയ സംസ്കാരം മാറി, അവരുടെ പഴയ കൾച്ചർ മാറി, അവരുടെ ആരാധനക്രമം മാറി, അവരുടെ വസ്ത്രധാരണം മാറി, ആകെ മാറി. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം. നമുക്കറിയാം, ഒരിക്കൽ ഈ ജനത്തെ ഒന്ന് ശപിക്കേണ്ടതിന് വേണ്ടി ഒരു കൂലിപ്രവാചകനെയൊക്കെ വിളിച്ചുകൊണ്ട് എതിരെ നിന്ന് ശത്രു രാജാവ് വന്നു. ശത്രു രാജാവ് കൂലിപ്രവാചകനോട് പറഞ്ഞു, നീ ഈ ജനത്തെ ഒന്ന് ശപിക്കണം. അവൻ പറഞ്ഞു, പക്ഷെ ഒരു പെശ കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയിലും ദൈവത്തിൻ്റെ ദൂതൻ വഴിയിലുണ്ടായിരുന്നു. ദൈവം പറയുന്നതല്ലാതെ ഈ ജനത്തിന് വിരോധമായി ഒരു വാക്ക് മിണ്ടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം പറയുന്നത് ഞാനങ്ങ് പറയും, പിന്നെ നിന്നെയും അനുവദിക്കാം. ഈ രാജാവ് പ്രവാചകന് കൊടുത്തിരുന്ന പ്രതിഫലം എന്താണെന്നറിയാമോ? വീട് നിറച്ച് വെള്ളി. നിൻ്റെ വീടിന് എന്നാ വലിപ്പമുണ്ടോ അത് നിറച്ച് വെള്ളി. പിന്നെ നിൻ്റെ ശരീരത്തിന് എന്ത് തൂക്കമുണ്ടോ അത്രയും പൊന്ന് ഇതാ നിനക്ക് തരുന്നേ. അല്ലാതെ 1 കോടി രൂപ തരാമെന്ന് പറഞ്ഞ് വിടുകയല്ലായിരുന്നു. നിൻ്റെ ശരീരത്തിന് എന്ത് തൂക്കമുണ്ട് അത്രയും പൊന്ന്, നിൻ്റെ വീടിന് എന്നാ വലിപ്പമുണ്ട് അത് നിറയാനുള്ള വെള്ളി, ഇത്രയുമാണ് പ്രതിഫലം പറഞ്ഞത്. ഇയാൾക്കിത് കേട്ടപ്പോൾ രാജാവ് പറയുന്ന പോലെ പ്രവചിക്കാതിരിക്കാൻ ഒക്കത്തില്ല. പക്ഷെ ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഇസ്രയേലിനെ കാണിച്ചു കൊടുത്തു. കാണിക്കുകയും കർത്താവ് പറഞ്ഞോ ഇതാ നിൻ്റെ നാക്കിഞ്ഞ് വിട്ടു തന്നേച്ചാൽ മതി. അന്യഭാഷ പറയുന്നത് നമ്മളോട് പറയും, നിൻ്റെ നാക്കിഞ്ഞ് വിട്ടു തന്നാൽ മതി, ബാക്കി ഞാൻ പറഞ്ഞോളാം. ഇതുപോലെ ഇയാൾ നാക്ക് വിട്ടുകൊടുത്തു. ഒരൊറ്റ വിളിയാണവൻ, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം. ജാതികളോടുകൂടെ എണ്ണപ്പെടുന്നില്ല. ഇവരുടെ വല്യപ്പൂപ്പനെ വിളിച്ചോണ്ട് വന്നത് ജാതികളുടെ കൂട്ടിയുന്ന, അമ്മൂമ്മമാരെ മിക്കതിനെയും ജാതികളുടെ കൂട്ടിയുന്ന. പക്ഷേ ഇവരങ്ങ് മാറി, ഇവർ ദൈവത്താൽ ശുദ്ധീകരിക്കപ്പെട്ടു. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം. ജാതികളുടെ കൂട്ടത്തിൽ ഇവരെ എണ്ണുന്നില്ല, ഇവരവിടെ എണ്ണപ്പെടുന്നതല്ല. ഇനി രാജാവേ ഒരു കാര്യം കേട്ടോണേ, ആഭിചാരം ഇവർക്ക് ഫലിക്കയില്ല, ലക്ഷണവിദ്യ ഇവരോട് ഒക്കുകയില്ല. കാര്യം ഇവർ തനിച്ചു പാർക്കുന്ന ജനമാ. ഏലിയൻസ് അല്ലെങ്കിൽ പൈശാചിക വ്യാപാരങ്ങൾ വീണുപോയ ദൂതന്മാരെയാണ് ആഭിചാരങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. അവന്മാർക്ക് ഇവരുടെ മേൽ ഒരു കാര്യവുമില്ല. കാര്യം അവരുടേതൊന്നും ഇവരിൽ കാണാനില്ല. ഇവർ സ്വന്തമാണ്, അവർ ദൈവത്തിൻ്റെ സ്വന്തമാണ്. ദൈവം അവരെ മാറ്റി.
ഈ ജനത്തിൻ്റെ കയ്യിൽ ദൈവം എഴുതപ്പെട്ട പ്രമാണം കൊടുത്തു. അതിൻ്റെ അർത്ഥം അതുവരെ പ്രമാണമില്ലെന്നായിരുന്നു. പ്രമാണമുണ്ട്, എന്നാൽ എഴുതപ്പെട്ട പ്രമാണം ദൈവം അവർക്ക് കൊടുത്തു. ഹോരേബ് പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ച് മോശയുടെ കയ്യിൽ തൃക്കരങ്ങൾ കൊണ്ട് എഴുതിയ 2 കൽപ്പലകകളിലായി 10 കൽപ്പനകൾ ദൈവം ഏൽപ്പിച്ചു. ഇന്ന് എൻ്റെ 80-ൽ ശിഷ്ടം സ്ലൈഡുകളുണ്ട്. അതിനകത്തുനിന്ന് ഏതാണ്ട് 25 സ്ലൈഡുകളോടും റിവിഷനാണ്. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് 55 സ്ലൈഡുകൾ പുതുതായിട്ട് എടുക്കേണ്ടതുണ്ട്. ഓരോ മിനിറ്റ് വെച്ചൊരു സ്ലൈഡിന് എനിക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ഒന്ന് ഓടിയേ മതിയാകും. റിവിഷനായി ഓർത്തിരിക്കാൻ വേണ്ടി, കഴിഞ്ഞ ആഴ്ച പഠിച്ചതൊന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി, കണ്ടിന്യൂറ്റിക്ക് വേണ്ടി ഞാനതൊന്ന് കാണിക്കുമെന്ന് മാത്രമേ ഉള്ളൂ, വിശദീകരിക്കാൻ നിവൃത്തിയില്ല. മോശയുടെ കയ്യിൽ ദൈവം നിയമങ്ങൾ മുഴുവനും ഏൽപ്പിച്ചു. ആ നിയമങ്ങളിൽ 10 കൽപ്പനകൾ തൃക്കരങ്ങൾ കൊണ്ട് ദൈവം എഴുതി കൊടുത്തു. അത് പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിലുണ്ട്. എന്നാൽ പുറപ്പാട് 20 മുതൽ 31 വരെയുള്ള അധ്യായങ്ങളിൽ ഒരു വലിയ വിശദീകരണം ദൈവം കൊടുത്തു. അത് വാക്കുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, എഴുതി കൊടുത്തില്ല. മോശയ്ക്ക് ദൈവം വാക്കുകൊണ്ട് 11 അധ്യായങ്ങളോ 12 അധ്യായങ്ങളോ ആണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഈ സമയത്ത് സ്വർഗത്തിലെ ദൂതഗണങ്ങൾ മുഴുവനും ഹാജരാണ്. പർവ്വതമാകപ്പാടെ പുക കൊണ്ട് നിറഞ്ഞ് മൂടിയിരിക്കുകയാണ്. പർവ്വതം കിടന്ന് കുലുങ്ങുകയാണ്. കുഞ്ഞാടുകളെയും മുട്ടാടുകളെയും പോലെ പർവ്വതം തുള്ളിച്ചാടുന്നതാണ് ഇസ്രായേൽ കാണുന്നത്. ജനം മുഴുവനും അത്ഭുതപ്പെട്ട് താഴ്വരയിൽ ഭയത്തോടെ നിൽക്കുകയാണ്. ഞാൻ ഭയന്ന് വിറയ്ക്കുന്നു എന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. ആ കാഴ്ചയുടെ നടുവിൽ നിന്നുകൊണ്ട് സ്വർഗീയ ദൂതന്മാർ ആ ദിവ്യമായത് മോശയ്ക്ക് വിശദീകരിച്ചു കൊടുക്കാൻ തുടങ്ങി. എന്താണ് അവിടെ കൊണ്ട് കാണിച്ചത്? സ്വർഗത്തിലെ സഭയെ ഇങ്ങോട്ട് കൊണ്ട് കാണിക്കുക. സ്വർഗീയ സഭയെ ഇറക്കി പർവ്വതത്തിൻ്റെ മുകളിലോട്ട് നിർത്തി. എന്നിട്ട് പറഞ്ഞ്, കണ്ടോ ഇതിനകത്തെ ഓരോ ഘടകങ്ങൾ. നീ പണിയേണ്ട യാഗപീഠം യേശുവിൻ്റെ ക്രൂശിനെ ചിത്രീകരിക്കുന്നതാ. നീ പണിയുന്നതായ ധൂപപീഠം ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയെ ചിത്രീകരിക്കുന്നതാ. കണ്ടോ ഇതിൻ്റെ രൂപം നോക്ക്. ഇതുപോലെ തന്നെ നീ ഭൂമിയിൽ പണിതോണം, പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃക പ്രകാരം എന്ന് പറഞ്ഞുകൊണ്ട് ഓൾ ഓൺ മൗണ്ടൻ എക്സ്പീരിയൻസ്, ആ പർവ്വത മുകളിലെ അനുഭവത്തിൽ നിന്നുകൊണ്ട് മുഴുവനും ദൂതന്മാർ വിശദീകരിച്ചു കൊടുത്തു. മോശ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ഇതെല്ലാം വാങ്ങി അവിടെ വെച്ച് എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃക പ്രകാരം ഒക്കെയും തന്നെ ഇവയെ മുഴുവനും ഉണ്ടാക്കുവാൻ നീ ഓർത്തോണം, അതിൽ നിന്ന് വ്യത്യാസം വരുത്തിയേക്കരുത്. ആ പർവ്വതത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നു ആട്ടെ ദൂതന്മാർ മുഖേന അരുളി ചെയ്ത വചനം എന്നൊരു പദം കാണാം. നമ്മളത് ചിന്തിച്ചതാണ്. ദൂതന്മാർ മുഖേന അരുളി ചെയ്തു എന്നൊരു പദം കാണാം, നമ്മൾ ചിന്തിച്ചതാണ്. ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ ദൂതന്മാർ മുഖേന ഓർഡൈൻ ചെയ്യപ്പെട്ട എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൂതന്മാർ മുഖേന ഓർഡൈൻ ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാണ്? സഭയിൽ നടക്കുന്ന പാറ്റേണുകൾ ഇന്നതാണ്, രീതികൾ ഇന്നതാണ്, സഭയുടെ ശാസ്ത്രം ഇന്നതാണ് എന്ന് ദൂതന്മാർ വിശദീകരിക്കാൻ തുടങ്ങി. ഇറ്റ്സ് എ പാറ്റേൺ, ഇറ്റ്സ് ആൻ ഓർഡർ, ഇതൊന്ന് വിശദീകരിച്ചു കൊടുത്തു. അതിനെയാണ് ഓർഡിനേഷൻ എന്ന് വിളിക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചായിരുന്നു. ഞാൻ ഈ ന്യായപ്രമാണത്തെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ച തൊടാഞ്ഞ ഒരു കാര്യമെന്ന് പറയാം. മനുഷ്യനെ പ്രധാനമായും ദൈവ ന്യായം വിധിക്കുവാൻ ഉപയോഗിക്കുന്ന 3 നിയമസംഹിതകൾ ബൈബിളിലുണ്ട്. ഒന്നുകൂടെ പറയാം. മനുഷ്യനെ ന്യായം വിധിക്കേണ്ടതിന് ഒരു ന്യായവിധിയുണ്ട്. നല്ലതിനും തീയതിനും നന്മയോ തിന്മയോ പ്രതിഫലമുണ്ട്. ഇതിന് ഒരു ചില നിയമങ്ങൾ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. ഒന്നാമത്തെ നിയമത്തെ 3 മേജർ ലോ ആണ്. റോമാലേഖനം 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിലും റോമാലേഖനം 2-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിലുമായി നമുക്കത് കാണാം. അതൊന്ന് വായിച്ചാട്ടെ പ്ലീസ്. റോമർ 2:12. ന്യായപ്രമാണമില്ലാതെ പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. നിൽക്കട്ടെ, ന്യായവിധിയുടെ ഒരു പ്രമാണം ന്യായപ്രമാണമാണ്. അതാണ് മോശയുടെ കയ്യിൽ കൊടുത്തത്. ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവരുണ്ട്. അവർ മനസാക്ഷി യുഗത്തിൽ ജീവിച്ചിരുന്നു. മനസാക്ഷിയുടെ പ്രമാണം, ലോ ഓഫ് കോൺഷ്യസ്നസ്, അവരുടെ മനസാക്ഷിയുടെ പ്രമാണത്തിൽ അവർ ജീവിച്ചിരുന്നു. ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവർ ന്യായപ്രമാണം ഇല്ലാതെ നശിക്കും. മനസാക്ഷിയുടെ പ്രമാണത്തിൽ തന്നെ കുറ്റം വിധിക്കപ്പെടും. വായിച്ചു. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവർ ഒക്കെയും ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. വായിച്ചു. ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതിമാന്മാർ. ഓക്കെ, ഇനി നമുക്ക് 16-ാമത്തെ വാക്യം കൂടെ വായിക്കാം. 16 വായിച്ചാട്ടെ. ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. ഈ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ തുടർച്ചയായി വായിച്ചാൽ 3 തത്വസംഹിതയെ കാണാൻ കഴിയും. ഒന്ന്, മനസാക്ഷി എന്ന തത്വസംഹിത. ആദമിൻ്റെ കാലം മുതൽ ഇത് നിലവിൽ നിന്നിരുന്നു. മോശയുടെ കാലമായപ്പോൾ 2-ാം തത്വസംഹിതയിലേക്ക് വന്നു. എഴുതപ്പെട്ട നിയമങ്ങൾ അത് മോശയുടെ കയ്യിൽ എഴുതി കൊടുത്തു. പൗലോസിൻ്റെ അല്ലെങ്കിൽ പുതിയ നിയമസഭയുടെ നമ്മുടെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ 16-ാമത്തെ വാക്യത്തിൽ എൻ്റെ സുവിശേഷ പ്രകാരം ദൈവം മനുഷ്യ രഹസ്യങ്ങളെ ന്യായം
വിധിക്കുമ്പോൾ 1 മനസാക്ഷിയുടെ കോടതി, 2 ന്യായപ്രമാണത്തിൻ്റെ കോടതി, 3 സുവിശേഷത്തിൻ്റെ കോടതി അല്ലെങ്കിൽ നിയമങ്ങൾ. ഇങ്ങനെ 3 തരം നിയമങ്ങൾ ദൈവം മനുഷ്യനെ കൊടുത്തിരുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു പറയുന്നൊരു പദമുണ്ട്, ഞാൻ വന്നത് ന്യായപ്രമാണത്തെ നീക്കാനല്ല നിവർത്തിക്കാൻ വേണ്ടിയാണ് വന്നത്. ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാൻ വന്നുവെന്ന് ആരെങ്കിലും പറഞ്ഞാൽ കള്ളനാണ്. ഞാൻ അതിനല്ല വന്നത്, ഞാനതിനെ നിവർത്തിക്കേണ്ടതിനാണ് വന്നത്. ന്യായപ്രമാണം അനുസരിക്കാത്തവനെ, വചനം അനുസരിക്കാത്തവനെ ഞാൻ നശിപ്പിച്ചു കളയും. മാത്രമല്ല 18-ാമത്തെ വാക്യത്തിലേക്ക് കയറുമ്പോൾ 5:18 മത്തായി യേശു പറഞ്ഞു, ആകാശവും ഭൂമിയും മാറിയാലും ഈ ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയും പോകത്തില്ല, ഒരു പുള്ളിയും പോകത്തില്ല. ഇതെല്ലാം ന്യായവിധിയിൽ ഉദ്ധരിക്കുന്നതായ കാര്യങ്ങളാണ് എടുത്തുകൊണ്ട് വരുന്നത്. ഓക്കെ, ന്യായപ്രമാണ യുഗത്തിന് ശേഷം യേശുവിൻ്റെ മരണം, യേശുവിൻ്റെ പുനരുത്ഥാനം, പെന്തക്കോസ്ത് സഭ നാളിൽ സഭയെ ദൈവം അഭിഷേകം ചെയ്തത് 3 കാര്യങ്ങൾ നമ്മൾ പല ആവർത്തി ചിന്തിച്ചു. പരിശുദ്ധാത്മാവിനെ സഭയ്ക്ക് വേണ്ടി തരുന്ന കൂട്ടത്തിൽ കൂടെ തന്ന ഒന്നാണ് തിരുവചനം. പഴയതും പുതിയതുമായ നിയമങ്ങൾ അടങ്ങിയ സത്യവേദ പുസ്തകമെന്ന് നാം വിളിക്കുന്ന ഈ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ഇതനുസരിച്ച് ജീവിക്കുവാൻ നമ്മെ ഉപദേശിക്കുകയും ചെയ്തു. നമ്മൾ നല്ല ശമരിയക്കാരൻ്റെ ഉപമ ദീർഘമായി ചിന്തിച്ചൊരു വിഷയമാണ്, മാസങ്ങളെടുത്ത് നമ്മൾ ചിന്തിച്ചതാണ്. അതിനകത്ത് എണ്ണയും വീഞ്ഞും പകർന്ന് മുറിവുകളെ കെട്ടി. എണ്ണ പരിശുദ്ധാത്മാവിൻ്റെ ഒരളവിനെയും വീഞ്ഞ് 2ാമത്തെ അളവിനെയും കാണിച്ചു. ഇത് കഴിഞ്ഞേച്ച് ഈ സത്രത്തിൽ നിന്ന് പോകുമ്പോൾ ശമരിയക്കാരൻ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരൻ്റെ കൈ കൊടുത്തു. എന്തായിരിക്കും ഈ 2 വെള്ളിക്കാശ്? അന്ന് നമ്മളത് ബിയോണ്ട് എനി ഡൗട്ട് നമ്മളത് വിശദീകരിച്ചതാണ്. 1 പരിശുദ്ധാത്മാവും 2 തിരുവചനവുമാണ്. കാര്യം ഇത് രണ്ടുമാണ് ഒരുവനെ ദൈവകൃപയിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ആത്മാവിനെ പെന്തക്കോസ്ത് നാളിൽ തന്നു. തുടർന്ന് ഏറെക്കുറെ ഒരു നൂറ്റാണ്ടിനകം, വളരെ രസകരമായ ചരിത്രമാണ്, പരിശുദ്ധാത്മാവിനെ പകർന്ന് അന്ന് ബൈബിൾ ഏൽപ്പിച്ചില്ല. ഏറെക്കുറെ ഒരു നൂറ്റാണ്ടിനകം ബൈബിളും നമ്മുടെ കയ്യിൽ തന്നു. പുസ്തകങ്ങൾ ക്രമത്തിൽ ചേർത്തതും മറ്റും അതും കഴിഞ്ഞായിരിക്കാം, എന്നാൽ എഴുതപ്പെട്ടു, അതും ദൈവസഭയുടെ കയ്യിൽ തന്നു. ഇനിയും തുടർന്ന് ചർച്ചിൻ്റെ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ദ ഗവൺമെൻറ് ഓഫ് ദ ചർച്ച് ഒന്ന് കയറാൻ പോകാണ്. എന്തുകൊണ്ട് നമ്മൾ പലതും വിശ്വസിക്കുന്നു, എന്തുകൊണ്ട് നമ്മൾ പലതും ചെയ്യുന്നു, എന്തുകൊണ്ട് നാം പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് തിരുവചനത്തിൻ്റെ ആധികാരികതയിൽ തെളിയിക്കേണ്ടതിന് വേണ്ടി ചില ആശയങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. സഭയുടെ അധികാരമെന്ത്, സഭയുടെ ഗവൺമെൻറ് എന്താണ്? മത്തായിയുടെ സുവിശേഷം 28:18 നമ്മുടെ കർത്താവായ യേശു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. എഴുതിയെടുക്കാൻ ശ്രമിക്കുന്നവരുണ്ട്, നല്ല കാര്യമാണ്. പക്ഷേ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എല്ലാവരോടും കൂടെ ഒരു ചെറിയ അഭിപ്രായം പറയാം. ആർക്കെങ്കിലും ഇതിൻ്റെ വാക്യങ്ങൾ എഴുതി തരണമെന്ന് പറയുകയാണെങ്കിൽ എഴുതി കൊടുക്കാൻ ഒക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ദേവ് ബ്രദറിനോട് രാവിലെ ഒന്ന് പറഞ്ഞായിരുന്നു, നമ്മുടെ സെക്രട്ടറി ഇന്നലെ ഒന്ന് പറഞ്ഞായിരുന്നു, ഇതിൻ്റെ റെഫറൻസസ് വാക്യങ്ങൾ മാത്രം ചേർത്ത് എഴുതിയാൽ 1/2 പേജ് പോലും വരത്തില്ല. നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. ആരെങ്കിലും ഒരാൾ 1 മണിക്കൂർ ഇരുന്നാൽ അത് ചെയ്യാവുന്ന, 1 മണിക്കൂറിന് താഴെ അവർക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. ആവശ്യം ഉണ്ടെങ്കിൽ, ഉപയോഗപ്പെടുത്തുമെങ്കിൽ അദ്ദേഹത്തോട് പറ, ഇതിൻ്റെ റെഫറൻസസ് എഴുതി കൈ തരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും എഴുതാൻ മെനക്കെടേണ്ട കാര്യമില്ല. മത്തായിയുടെ സുവിശേഷം 28:18 സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടു, ആകയാൽ പുറപ്പെടുക എന്ന് യേശു പറഞ്ഞു. വീണുപോയ സകല ദൂതന്മാരും സകല ശക്തികളും സ്വർഗീയ അധികാരങ്ങളും ഭൗതിക അധികാരങ്ങളും സകലവും എൻ്റെ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് തരികയാണ്. മത്തായി 16:19 യേശു പറഞ്ഞു, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരിക. ഇത് പത്രോസിനോടാണ് ആദ്യം പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 18:18 നോക്കിയാൽ നിങ്ങൾ ഭൂമിയിൽ കിട്ടുന്നത്, അപ്പോസ്തലന്മാരോട് മൊത്തമായിട്ടായി ഈ പദപ്രയോഗം. തുടക്കത്തിൽ പത്രോസിനോട് ഒറ്റയ്ക്കാണ്, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. ശകലം കഴിഞ്ഞപ്പോൾ അപ്പോസ്തലന്മാരെ മുഴുവനും കൂടെ വിളിച്ചേച്ച് പറഞ്ഞു, സ്വർഗരാജ്യത്തിൻ്റെ അധികാരം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾ ഭൂമിയിൽ കിട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. എനിക്ക് സകല അധികാരവും ലഭിച്ചു, അതുകൊണ്ട് ഞാൻ ആ അധികാരം നിങ്ങൾക്കിപ്പോൾ കൈമാറുകയാണ്. സത്യമായി നമ്മൾ ഈ 18:18 വായിച്ചാൽ, മത്തായി 18:18 വായിച്ചാൽ, സഭയിൽ നിന്ന് ഒരുത്തനെ പിരിച്ചുവിടുവാനും സഭയിൽ ഒരുവനെ നിർത്തുവാനുമുള്ള അധികാരത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത്. എന്ന് പറഞ്ഞാൽ, നീ ഭൂമിയിൽ ഒരുത്തനെ മുടക്കിയാൽ അവൻ നിത്യതയിൽ മുടക്കപ്പെട്ടിരിക്കും. കാര്യം, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകി, ഞാൻ ആ അധികാരം നിനക്ക് തരിക, നിങ്ങൾക്ക് തരികയാണ്. എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും അസോസിയേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചുമാണ് ആ പറയുന്ന ഭാഗങ്ങളെന്ന് മത്തായി 18:18 വായിച്ചാൽ നന്നായി മനസ്സിലാകും.
തുടർന്ന് യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ, ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുമോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞാൽ, ഒരാൾ സഭയോട് കുറ്റം ചെയ്തു. നമ്മളിത് കൊരിന്ത്യ ലേഖനത്തിൽ വരുമ്പോൾ വ്യക്തമായി കാണാം. ഒരാൾ സഭയോട് കുറ്റം ചെയ്തു. സഭയോട് കുറ്റം ചെയ്തു എന്തുവാ? അവൻ്റെ ജീവിതത്തിൽ ദുർനടപ്പുണ്ടായിരുന്നു. ആ ദുർനടപ്പുമായി അവൻ സഭയിൽ വന്നു. അത് സഭയോട് ചെയ്ത പാപമാണ്. അതിനെ തുടർന്ന് പൗലോസ് പറഞ്ഞു, ഈ കുറ്റം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളാ, ത്രോ ഹിം ഔട്ട്. അവനെ സഭയ്ക്ക് വേണ്ട. അവൻ പോയി അവനെ പുറത്താക്കി. പക്ഷേ അവനെ അനുദപിച്ചു കഴിഞ്ഞപ്പോൾ പൗലോസ് തിരിച്ചു പറയുന്നത് കാണാം, അവൻ്റെ അനുതാപം ദൈവം അംഗീകരിച്ചിരിക്കയാൽ, അല്ലെങ്കിൽ അവൻ്റെ മാനസാന്തരം സാക്ഷാൽ മാനസാന്തരം ആകയാൽ അവനെ തിരിച്ചെടുത്തോ, ഞാനും വന്നവനെ അംഗീകരിക്കാം. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ കെട്ടുന്നത് കെട്ടപ്പെട്ടു, നിങ്ങൾ അഴിക്കുന്നത് അഴിച്ചു. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിച്ചു അവന് മോചിക്കപ്പെട്ടു. ആരുടെ പാപങ്ങൾ നിങ്ങൾ നിർത്തുന്നു അവർക്ക് നിൽക്കപ്പെടും. ഞാനിവിടെ നിന്ന് അനുഭവസാക്ഷ്യം പറയാൻ നോക്കിയാൽ സമയം പോകും. എനിക്ക് ഏറ്റവും പ്രിയങ്കരനും സഭയ്ക്ക് ആ കാലത്ത് പ്രയോജനപ്പെട്ടവനുമായ വാര്യാപുരം യോഹന്നാച്ചായൻ എന്ന് പറയുന്ന ഒരു കർത്തൃദാസനുണ്ടായിരുന്നു. ചില പ്രത്യേക കാരണങ്ങളാൽ, ഇതിനകത്തിരിക്കുന്ന ചിലർക്കതറിയാം, ചില പ്രത്യേക കാരണങ്ങളാൽ ഞങ്ങൾ തമ്മിൽ ഒരു ചെറിയ പ്രയാസം ഉണ്ടായി. എന്തുവാ? ചേനെ വിളിച്ച സമയത്ത് അച്ഛൻ വരാമെന്ന് പറഞ്ഞെങ്കിലും വന്നില്ല. അതെനിക്ക് ഒത്തിരി പ്രയാസമായി. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, അത് കവിഞ്ഞൊന്നുമില്ല. ഞങ്ങൾ തമ്മിൽ സംസാരിക്കാതെ ചില നാളുകളിരുന്നു. പിന്നെ കണ്ടില്ല, അതുകൊണ്ട് സംസാരിച്ചില്ല, കാണാൻ ശ്രമിച്ചുമില്ല. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഒരാൾ ബാംഗ്ലൂർ വന്ന് എന്നോട് പറഞ്ഞു, നമ്മുടെ വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞു, എനിക്ക് യോഹന്നാച്ചാനെ ഒന്ന് കാണണമെന്നുണ്ട്, അദ്ദേഹം താമസിക്കുന്ന വീടറിയാവോ? ഞാൻ പറഞ്ഞു, ബ്രദറെ എനിക്ക് വീടറിയാം, എനിക്കും അച്ചാനെ ഒന്ന് കാണണമെന്ന് താല്പര്യമുണ്ട്. കാര്യം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് കുറേ നാളായി. എന്നാൽ കാർ എടുക്കാം, പകുതി ഓടിച്ചു, പകുതി ഞാനും ഓടിക്കാം, നമുക്ക് പോകാം. അദ്ദേഹത്തിൻ്റെ കാറ് ഞങ്ങൾ രണ്ടും കൂടെ യോഹന്നാച്ചാൻ്റെ വീട്ടിൽ പോയി. യോഹന്നാച്ചാനെ കണ്ടു. ഞാൻ പറഞ്ഞു, അച്ഛാ പഴയ പ്രയാസം വല്ലതും ഉണ്ടെങ്കിൽ, അതിൻ്റെ പ്രയാസമോ, ഞാനില്ലേ വാക്ക് വായിക്കാൻ കഴിഞ്ഞു. ഞങ്ങൾ തമ്മിൽ രമ്യപ്പെട്ടു. പിന്നെ അദ്ദേഹത്തെ കാണാൻ ഒത്തിട്ടില്ല. അദ്ദേഹം നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. എൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ച ഒരു അവസരമാണ്. ഒരു പാപമായി അദ്ദേഹം പരിഗണിച്ച് നിർത്തിയിരുന്നെങ്കിൽ അത് നിന്നേനെ. മോചിച്ചാൽ മോചിക്കപ്പെട്ടു. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ദൈവം തരുന്ന അവസരങ്ങൾക്കായി സ്തോത്രം. അത് ഉപയോഗിക്കണം. എവിടെയെങ്കിലും ഒരു തെറ്റ് പറ്റിയതുകൊണ്ട് ദൈവം ക്ഷമിച്ചു എന്ന് പറയരുത്, നടക്കത്തില്ല. ആരുടെയെങ്കിലും പാപങ്ങൾ നിർത്തിയാൽ നിൽക്കും, മോചിച്ചാൽ മോചിക്കപ്പെട്ടിരിക്കും. ഇനി ഇത് പാപമോചനത്തിൻ്റെ അധികാരം ശിഷ്യന്മാർക്ക് കൈമാറിയതാണെന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ഇതുകൊണ്ടാണ് തിരുവചനം നമ്മൾ ഇണവാക്യങ്ങളുടെ സഹായത്താൽ മാത്രം ചിന്തിക്കുന്നത്. എന്തുകൊണ്ടാണ് ബഥേലിൽ നമ്മളാരുടെയും പാപങ്ങൾ മോചിച്ചു എന്ന് പറയാത്തത്? പാപമോചന ചീട്ട് എന്തേ പെന്തക്കോസ്തുകാർ എഴുതി കൊടുക്കാത്തത്? കാരണം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പാപമോചനത്തിൻ്റെ മാർഗം പത്രോസ് പറഞ്ഞു കൊടുത്തു. നിങ്ങൾ ആരുടെയെങ്കിലും പാപം ക്ഷമിച്ചാൽ ക്ഷമിക്കപ്പെട്ടു, നിർത്തിയാൽ നിർന്നു. ഇത് തന്നെയാണ് പറഞ്ഞത്. ഒരു കൂട്ടം ഈ ഭക്തിയുള്ള യഹൂദന്മാർ പത്രോസിൻ്റെയും ഇതര അപ്പോസ്തലന്മാരുടെയും അടുക്കൽ വന്ന് ഞങ്ങൾ എന്തു വേണം എന്ന് ചോദിക്കുമ്പോൾ, പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന്, പാപങ്ങൾ പോയി കിട്ടേണ്ടതിന് എന്തു വേണം എന്ന് പത്രോസ് പറഞ്ഞു കൊടുത്തു. ക്ഷമിച്ചു കൊടുത്തില്ല, മാർഗം പറഞ്ഞു കൊടുത്തു. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ ആത്മാവെന്ന വാഗ്ദത്തം ദാനം ലഭിക്കും. നിങ്ങൾ ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് മാറി നിൽക്കണം, നിങ്ങൾ അപ്പോസ്തോലിക ഉപദേശത്തിൽ നിലനിൽക്കണം എന്നിങ്ങനെ 42 വരെയുള്ള വാക്യങ്ങളിൽ മറ്റ് പല വാക്കുകളാലും അവരെ ഉപദേശിച്ച് പാപമോചനത്തിൻ്റെ മാർഗം അവർക്ക് പറഞ്ഞു കൊടുത്തു. ഇതനുസരിക്കുന്നവൻ പാപമോചനത്തിൽ വന്നു, അനുസരിക്കാത്തവൻ പാപമോചനത്തിൽ എത്തത്തില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ആരുടെയും പാപങ്ങൾ മോചിക്കാതെ ഇങ്ങനെ ഡീപ്പായ ക്ലാസ് എടുക്കുന്നത്? ഇത് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ കടമ. നമുക്കൊന്ന് നോക്കാം. പത്രോസിൻ്റെ അടുക്കൽ പാപം മോചിച്ചു കൊടുക്കാൻ പറഞ്ഞ ആളുകൾ വന്ന ചരിത്രം ബൈബിളിൽ ഉണ്ടല്ലോ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 24 വരെയുള്ള വാക്യം വായിച്ചാൽ, ശിമോൻ എന്ന് പേരുള്ള ഒരു മനുഷ്യൻ, ഇയാളുടെ നിറച്ച് കാശുണ്ട്, ഇയാളാണെങ്കിൽ ആഭിചാരവും മന്ത്രവാദവും ഒക്കെ കണ്ട് ഭയന്ന് നടന്ന ഒരു മനുഷ്യനാണ്. ഈ അപ്പോസ്തലന്മാർ കൈവെക്കുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവ് വരുന്ന കാഴ്ച കണ്ടുകൊണ്ട് ശിമോൻ അമ്പരന്നു. അപ്പോസ്തലന്മാരുടെ അടുക്കൽ വന്നു, ഒത്തിരി കാശ് കൊണ്ട് കൊടുത്തേച്ചു പറഞ്ഞു, ഞാൻ ഒരുത്തൻ്റെ മേൽ കൈവച്ചാൽ ഈ ദാനം എനിക്ക് ലഭിക്കേണ്ടതിന് വൻതുക വേണ്ട, എൻ്റെ ഓഫറിങ്, സീഡ് ഓഫറിങ് പിടിച്ചു. ഇന്ന് നമ്മൾ ശിമോൻ്റെ വാക്ക് ഉപയോഗിക്കത്തില്ല, ഇന്നത്തെ മോഡേൺ വാചകങ്ങളെ ഉപയോഗിക്കത്തുള്ളൂ. സീഡ് ഓഫറിങ്, കാശുണ്ട് പിടിച്ചോ, എനിക്ക് ഈ അനുഗ്രഹം തന്നിഞ്ഞ് വിട്ടേക്കണം. പത്രോസ് തിരിഞ്ഞൊരു ഒറ്റ വാചകം, ദൈവത്തിൻ്റെ ദാനം പണത്തിന് വാങ്ങാമെന്ന് കരുതിയ നിൻ്റെ പണം നിന്നോട് കൂടെ നശിച്ചു പോട്ടടാ, പോ ആണ്ട് കിടക്കുന്നു.
അയാൾ തിരിഞ്ഞുടനെ പത്രോസിനോട് പറഞ്ഞു, എൻ്റെ പത്രോസേ, ഇതൊന്ന് മോചിച്ചു തരണം, ഒരു രക്ഷയുമില്ല, എനിക്ക് ഈ ശാപം വേണ്ട, ഞാൻ വന്നത് അതിനല്ല. പത്രോസ് പറഞ്ഞു, മോചിക്കാൻ നമുക്കറിയാൻ വയ്യ, നീ തിരിഞ്ഞ് അനുതപിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥിക്ക്, പക്ഷേ നിൻ്റെ പാപങ്ങൾ ക്ഷമിച്ചേക്കാം. ആരുടെ പാപങ്ങളെങ്കിലും നിങ്ങൾ മോചിച്ചാൽ അത് മോചിക്കപ്പെട്ടിരിക്കും, നിർത്തിയാൽ നിന്നിരിക്കും. എന്താണ് അതിൻ്റെ അർത്ഥം? പാപമോചനത്തിൻ്റെ മാർഗം എന്തെന്നും കാൽവറി എന്തെന്നും യേശു ആരെന്നും അപ്പോസ്തലന്മാർ പറഞ്ഞു കൊടുത്തു. അത് ജീവിതത്തിൽ പ്രായോഗികമാക്കിയവരുടെ പാപം മാറി, അല്ലാത്തവരുടെ പാപം നിൽക്കുകയേ ഉള്ളൂ. അത് മോചിക്കുവാൻ പത്രോസിനും കഴിയുകയില്ല. തിരിഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുക. എനിക്കൊന്ന് ആ ഒരു ആശയം കംപ്ലീറ്റ് ആയെന്ന് തോന്നുന്നു. ഞാൻ മുന്നോട്ട് വയ്ക്കോട്ടെ. അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ അപ്പോസ്തലത്വത്തിലേക്ക് ആളുകളെ തിരഞ്ഞെടുത്തത് കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്നാൽ പിതാവായ ദൈവത്താലും യേശുവിനാലും ഞാൻ അപ്പോസ്തലനായി എന്ന് ഒറ്റയാളെ പറഞ്ഞിട്ടുള്ളൂ, അത് പൗലോസാണ്. വേറെ ആരും ആ പദം ഉപയോഗിച്ചിട്ടില്ല. പൗലോസ് പറയുമ്പോൾ പിതാവായ ദൈവത്താൽ, ഗലാത്യ ലേഖനം 1:1 പിതാവായ ദൈവത്താലും കർത്താവായ യേശു ക്രിസ്തുവിനാലും ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായി ഞാൻ മാറി എന്ന് പറയുന്നു. റോമർ 1:1-2, 1 കൊരിന്ത്യർ 9:1, 1 കൊരിന്ത്യർ 15:9, ഗലാത്യർ 2:9 ഈ വാക്യങ്ങൾ നോക്കിയാൽ പുതിയ നിയമസഭയിൽ തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, ഈ 3 വ്യക്തികൾ ഉണ്ടായിരുന്നു. അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ തൂണുകളായി എണ്ണപ്പെട്ട പ്രധാന അപ്പോസ്തലന്മാരായി എണ്ണപ്പെട്ട പത്രോസ്, യോഹന്നാൻ, യാക്കോബ് തുടങ്ങിയവർ ഉണ്ടായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരാണ് ഇവരെന്ന് 2 കൊരിന്ത്യർ 1:1, എഫേസ്യർ 1:1, കൊലോസ്യർ 1:1, 1 കൊരിന്ത്യർ 4:1 ദൈവത്തിൻ്റെ ഗ്രഹവിചാരകന്മാർ കൂടെയാണ് ഇവർ എന്ന പദം കാണുവാൻ കഴിയും. ഒന്ന്, ഇവർ യേശുവിൻ്റെ അപ്പോസ്തലന്മാരാണ്. പൗലോസിനെ ഞാൻ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കി 3 പേരുടെ കാര്യം തൊടുകയാണ്. അവർ ദൈവകാര്യങ്ങളുടെ ഗ്രഹവിചാരകന്മാരാണ്. ഗ്രഹവിചാരകന്മാരെന്ന് പറഞ്ഞാൽ ദൈവഗ്രഹത്തിലുള്ള ഭണ്ഡാരത്തിൽ നിന്ന് എടുത്തു കൊടുക്കുവാനും ദൈവരാജ്യത്തിന് കേട് സംഭവിക്കാതെ ദൈവരാജ്യത്തിലേക്ക് കൂട്ടിവയ്ക്കുവാനും വീടിൻ്റെ ചുമതല വഹിക്കുന്ന വ്യക്തിയെയാണ് ഗ്രഹവിചാരകൻ എന്ന് വിളിക്കുന്നത്. ഇവർ ദൈവത്തിൻ്റെ ഗ്രഹവിചാരകന്മാരാണ്. 1 തീമോത്തിയോസ് 1:1, 2 തീമോത്തിയോസ് 1:1, 2 കൊരിന്ത്യർ 11:5 ഇവർ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരാണ് എന്ന് കാണാം. അപ്പോസ്തലന്മാർ എല്ലാവരും ശ്രേഷ്ഠരാണ്, അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരാണ് എന്ന് കാണാം. ആ 3 പേരുടെ ചിത്രം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ 1 കണ്ടു. ഇത് കറക്റ്റ് ചിത്രമാണോ എനിക്കറിയാൻ വയ്യ. കിട്ടുന്ന ചിത്രങ്ങൾ ഇതാണെന്ന് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. രണ്ടായാലും നമ്മളാരും ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പടം നോക്കേണ്ട കാര്യമില്ല. സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ കണ്ട ഉടൻ നമുക്ക് തിരിച്ചറിയാം. ഭൂമിയിൽ ഏറെക്കുറെ ഒരു ആശയം മനസ്സിൽ പതിയാൻ വേണ്ടി മാത്രമാണ് ഈ പടങ്ങൾ എടുത്ത് കാണിക്കുന്നത്. ഓക്കെ. എന്നാൽ പൗലോസ് അപ്പോസ്തലനെ സംബന്ധിച്ചിടത്തോളം ചില സ്പെഷ്യാലിറ്റികൾ ഉണ്ടായിരുന്നു. ഒന്ന്, പിതാവായ ദൈവത്താലും കൂടെ തന്നെ അപ്പോസ്തലനാണെന്ന് ഗലാത്യ ലേഖനം 1:1 പറയുന്നു. ഗലാത്യർ 1:11 മുതൽ 13 വരെ വായിച്ചാൽ, ഞാൻ പ്രാപിച്ചത് മനുഷ്യരിൽ നിന്നല്ല, യേശു ക്രിസ്തുവിങ്കിൽ നിന്നാണ്. അതൊരു പ്രത്യേക കാര്യമാണ്. ഞാൻ പ്രാപിച്ചത് മോശയോടെന്ന് വെച്ചാൽ, മോശെ ഇത്ര തൻ്റെ ഇടത്തോടുകൂടെ കൽപ്പനകൾ പറയുവാനും ഞാനീ പറയുന്ന കൽപ്പനകൾ പാലിക്കാത്തവനെ അമ്പെയ്തോ കല്ലെറിഞ്ഞോ കൊല്ലണമെന്ന് പറയുവാനും ഇസ്രയേലിൻ്റെ കൂട്ടത്തിൽ നിനക്ക് സ്ഥാനമില്ല, നീ പുറത്താണെന്ന് പറയുവാനും ഇത്ര തൻ്റെ ഇടം വരാൻ കാര്യമെന്നാ? അങ്ങയുടെ കൂട്ടത്തിൽ അനേക നേതാക്കൾ വേറെ ഇല്ലേ? അവരെല്ലാം കൂടെ പണ്ട് ബഹളമുണ്ടാക്കിക്കൊണ്ട് വന്നതല്ലേ? മോശ മാത്രമേ ഉള്ളൂ അഭിഷക്തൻ, ഞങ്ങളും അഭിഷക്തരാണെന്നും പറഞ്ഞ് മോശ പറയും. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ കേട്ടത് പിതാവിങ്കിൽ നിന്ന് നേരിട്ട് കേട്ടതാ. പർവ്വത മുകളിൽ 40 രാപകലുകൾ ഇരുത്തി ആ സ്വർഗീയ അന്തരീക്ഷത്തിൽ ആ വിശദീകരണങ്ങൾ തന്നത് നേരിട്ട് കേട്ടതാ. 10 കൽപ്പനകൾ എഴുതി തന്നത് നേരിട്ട് എൻ്റെ കയ്യിലാണ്. ദൂതന്മാർ വന്ന് വിശദീകരിച്ചത് നേരിട്ട് എനിക്കാണ്. പൗലോസിനോടൊന്ന് ചോദിച്ച് അദ്ദേഹം പറയും, ഞാൻ പ്രാപിച്ചത് യേശു ക്രിസ്തുവിങ്കിൽ നിന്ന് നേരിട്ട് പ്രാപിച്ചതാണ്, ഭൂമിയിൽ ആരുടെ കയ്യിൽ നിന്നും ഞാൻ പ്രാപിച്ചതല്ല. 2 കൊരിന്ത്യർ 12:1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ 3-ാം സ്വർഗം വരെ താൻ പോയെന്നും, നമ്മൾ കഴിഞ്ഞ ആഴ്ച തൊട്ടു 3-ാം സ്വർഗം വരെ പോയെന്നും പർദീസയിൽ തന്നെ കൊണ്ടിരുത്തി അവിടെ വെച്ചാണ് ദൈവം കാര്യങ്ങൾ കാണിച്ച് പഠിപ്പിച്ചത് എന്നും പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒന്ന് ഓർമ്മിപ്പിച്ചു. പഴയ നിയമത്തിൻ്റെ നിയമങ്ങൾ കൈമാറേണ്ടതിന് 40 രാപകലുകൾ മോശയുടെ അടുക്കലേക്ക് സ്വർഗം താഴോട്ട് ഇറക്കിക്കൊണ്ട് വന്നു. പകരം പൗലോസിനെ താഴോട്ട് സ്വർഗം കൊണ്ടെന്ന് കാണിക്കുകയായിരുന്നില്ല, തന്നെ മുകളിലേക്ക് എടുത്തു കാണിക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിലെ ഉപദേശപരമായ മിക്ക ലേഖനങ്ങളും എഴുതുവാൻ പൗലോസിനെയാണ് ദൈവം ശക്തീകരിച്ചതെങ്കിൽ 40 ദിവസം കുറഞ്ഞായിരിക്കുമോ 3-ാം സ്വർഗത്തിൽ പോയെന്ന്? തിരുവചനത്തിൽ ഒരു രേഖയുമില്ല, ദൈവത്തിന് ആവശ്യമുള്ളിടത്തോളം സമയമെന്ന് മാത്രം. പക്ഷെ എൻ്റെ വ്യക്തിപരമായ ഒരു ധാരണയിൽ 40 ദിവസത്തിൽ കുറയാത്ത ഒരു കാലഘട്ടം താൻ സ്വർഗത്തിലായിരുന്നു.
അവിടെ ഇരുത്തിയാണ് കാര്യങ്ങളെക്കുറിച്ച് നന്നായി പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് സംശയമില്ലാതെ ഇവർക്ക് ഇരുവർക്കും എഴുതി തരുവാൻ കഴിയുന്നത്. ഞാൻ സ്വർഗത്തിൽ നിന്ന് പ്രാപിച്ചു, 3-ാം സ്വർഗം വരെ പോയി, അവിടെ നിന്ന് പ്രാപിച്ചു എന്ന് പൗലോസ് പറയുന്നത് കാണുവാൻ കഴിയും. 1 കൊരിന്ത്യർ 11:23 ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്ന് അദ്ദേഹം പറയുന്നു. 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ വെളിപ്പാടുകളുടെ ആധിക്യം നിമിത്തം ഞാൻ അഹങ്കരിച്ചു പോകാതെ ഇരിക്കേണ്ടതിന് എന്നെ കുത്തേണ്ടതിന് സാത്താൻ്റെ ഒരു ദൂതനെ എനിക്ക് വേണ്ടി തന്നു എന്ന് പൗലോസ് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വെളിപ്പാടുകളുടെ ആധിക്യം തനിങ്ങ് ഭൂമിയിൽ തിരിച്ചു വന്നിട്ടും ഈ വെളിപ്പാടുകൾ തുടരുകയാണ്. ഇനിയും മോശയ്ക്ക് ചില പ്രത്യേകതകളുണ്ടായിരുന്നു. മോശയെ കൽപ്പനകൾ ഏൽപ്പിക്കുമ്പോൾ അത് വ്യക്തമായി മനസ്സിലാകേണ്ടതിന്. ഇന്ന് പലരും പലതും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകത്തില്ല, കാര്യം എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത അത്ര ഇല്ല, അതുകൊണ്ട് എനിക്ക് മനസ്സിലാകത്തില്ല. ഇതിനകത്തിരിക്കുന്ന എല്ലാവർക്കും അങ്ങനെ, നമ്മൾ പഠിച്ചിട്ടില്ലാത്ത ഒരു ഏരിയ നമുക്ക് മനസ്സിലാകാൻ പ്രയാസമാണ്. എന്നാൽ ദൈവം കൊടുക്കുന്ന പ്രമാണങ്ങൾ അറിഞ്ഞിരിക്കണമെന്നതുകൊണ്ട് മോശയ്ക്ക് ദൈവം ആദ്യത്തെ 40 വർഷത്തിനകം വിദ്യാഭ്യാസം കൊടുത്തു. എന്തൊക്കെയായിരുന്നു എൻ്റെ വിദ്യാഭ്യാസം എന്നറിയാമോ? മിസ്രയീമിലുള്ള സകല വിദ്യയിലും ജ്ഞാനത്തിലും അദ്ദേഹം തികഞ്ഞവനായി മാറി. സകല വിദ്യയും തികഞ്ഞവനായി മാറി. സകലതും തന്നെ പഠിപ്പിച്ച ശേഷമാണ് തിരുവചനം തൻ്റെയിലോട്ട് കൈമാറുന്നത്. ആട്ടെ, പൗലോസ് അപ്പോസ്തലനെ എന്ന് എടുത്താലോ, അന്നത്തെ മഹാരാജാവ് ചക്രവർത്തി പറയുന്നത്, വിദ്യ ബാഹുല്യത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചതാ പൗലോസേ, നീ എന്നെ വിദ്യാഭ്യാസമുള്ളവനാ, ഇത്ര ഉന്നത വിദ്യാഭ്യാസം. ഇതിനകത്ത് വിദ്യാഭ്യാസം ഉള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ഏൽപ്പിക്കാത്ത ശ്രേഷ്ഠതയുള്ളത് ദൈവം നിങ്ങളെ ഏൽപ്പിക്കട്ടെ. വല്ലതും പറഞ്ഞു തരണേ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ഓക്കെ, ഇവരൊക്കെ പറഞ്ഞു തരുന്നതുകൊണ്ടാണ് ഞാനും പോകുന്നത്. ഞാൻ മുന്നോട്ട് വരട്ടെ. വിദ്യാസമ്പന്നതയിലേക്ക് മോശയെ നടത്തി മോശയുടെ കയ്യിൽ കൽപ്പന ഏൽപ്പിച്ചു. വിദ്യാസമ്പന്നനായ പൗലോസിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി അന്തരീക്ഷം മാറ്റി. ലോകത്തിൻ്റെ അന്തരീക്ഷത്തിൽ പഠിക്കുന്നതും ദൈവിക അന്തരീക്ഷത്തിൽ പഠിക്കുന്നതും രണ്ടും രണ്ടാ. ആത്മീയനായ ശാസ്ത്രജ്ഞൻ ദൈവത്തെ പ്രപഞ്ചത്തിലൂടെ കാണുമ്പോൾ, അനാത്മീയനായ ശാസ്ത്രജ്ഞൻ ദൈവമില്ലാത്ത ശൂന്യത പ്രപഞ്ചത്തിലൂടെ ദർശിക്കുന്നു എന്ന് പറയുന്നു. ചുമ്മാ പറയുന്നതായിരിക്കാം, എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും ദൈവത്തെ അറിയുവാൻ ഒരു ദൈവിക അന്തരീക്ഷം വേണം. അതും കൂടെ പൗലോസിന് കൊടുത്തു. തൻ്റെ വിദ്യാഭ്യാസവും പ്രയോജനപ്പെട്ടു. വെളിപ്പാടിൻ്റെ ആധിക്യങ്ങൾ താൻ തുടർന്ന് പറയുകയാണ്, തിരുവചനം ഒരിക്കലും മാറത്തില്ല. സകല 1-2 ബേസിക് തത്വങ്ങളാണ്. തിരുവചനം ഒരു കാലത്തും മാറത്തില്ല. ആകാശം മാറും, ഭൂമി മാറും, പക്ഷേ ഈ വചനം മാറത്തില്ല. അതിനകത്തൊരു വ്യത്യാസമില്ല. ഇത് സ്ഥല കാല പരിമിതികൾക്ക് അപ്പുറത്താണ്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം കോഴഞ്ചേരിൽ എന്തിനാണോ വായിച്ചതെന്ന് ആരാണ്ട് ചോദിച്ചത് കേട്ടിട്ടുണ്ട്. കോഴഞ്ചേരിക്കാർക്ക് എഴുതിയത് കോഴഞ്ചേരി വായിച്ചാൽ പോലെ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ശല്യമില്ലല്ലോ എന്ന്. കൊരിന്ത്യ ലേഖനം എന്തിനാണ് ഇവിടെ കൊണ്ടുവച്ച് വായിച്ചതെന്ന്. ഇപ്പോൾ ആളുകൾ ചോദിക്കും, 1-ാം നൂറ്റാണ്ടിലെ കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ ലേഖനം എന്തിനാണോ 20-ാം നൂറ്റാണ്ടിലെ 22-ാം നൂറ്റാണ്ടിലെ നമുക്കിതിൻ്റെ ആവശ്യമില്ല. കുഞ്ഞേ, തിരുവചനം സ്ഥല കാല പരിമിതികൾക്ക് അപ്പുറത്താണ്. അന്നത്തെ അപരിഷ്കൃതരായ മനുഷ്യർക്ക് എഴുതിയ ലേഖനം ഇന്നത്തെ പരിഷ്കൃതരായ നമുക്കെന്തിനാ? മോനെ, ഇത് കാലങ്ങൾക്ക് അതീതമാണ്. കാര്യം കാലങ്ങളുടെ ദൈവത്തിൻ്റെ കൽപ്പനയാകയാൽ തിരുവചനം കാലാതീതമാണ്. മത്തായി 5:18 ന്യായപ്രമാണത്തിൽ നിന്നൊരു വള്ളിയും പുള്ളിയും മാറുകയില്ല എന്ന് യേശു പറഞ്ഞു. ഗലാത്യ ലേഖനം 7:8 ഉപദേശത്തിന് മാറ്റം വരുന്നില്ല. ഞങ്ങൾ നിങ്ങളെ അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ, നിങ്ങളോട് എന്തെങ്കിലും പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ എന്നിത്യാദികൾ പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് എടുത്തു പറയുന്നത് കാണാം. 2 തെസ്സലോനിക്കർ 3:6 നിങ്ങൾ പ്രാപിച്ച പ്രമാണം വിട്ടു നടക്കുന്നവനെ കുറിക്കൊണ്ടോണം, അവനോട് അടുക്കരുത്, അവനെ ചർച്ച കയറ്റരുത്, അവൻ്റെ വീട്ടിൽ പോകരുത് എന്നിങ്ങനെ പൗലോസ് പറയുന്നത് കാണാം. യോഹന്നാൻ പറഞ്ഞു, അവനോട് കുശലം പറയാൻ പോലും പോകരുത്, വീട്ടിൽ എന്നെ കൊണ്ട് വിശേഷമെന്ന് പോലും ചോദിക്കരുത്. കല്യാണത്തിന് വിളിക്കുന്നതൊക്കെ വീട്, അതൊക്കെ അങ്ങ് ഒരുപാട് കടന്ന സ്റ്റെപ്പാ. അവിടെ എങ്ങും വരെ പോകണ്ട. അവനോട് കണ്ടാൽ ഹലോ എന്നൊന്നും മിണ്ടരുതെന്ന് അതിനുള്ള റൈറ്റ് നമുക്കില്ല. കാര്യം തനിച്ചു പാർക്കുന്ന ഒരു ജനം, സാധാരണക്കാരൻ്റെ കൂട്ടത്തിൽ എണ്ണപ്പെടാത്തവർ. നോ ചേഞ്ച് ഇൻ ഡോക്ട്രിൻ, ഉപദേശങ്ങൾക്ക് ഒരു വ്യത്യാസവുമില്ല. 1 തീമോത്തിയോസ് 3:16 പൗലോസ് സ്വർഗത്തിൽ പോയി കണ്ട ശേഷം വന്ന് താൻ തീമോത്തിയോസിനോട് പറയാം, മോനെ തീമോത്തിയോസേ, ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദേവാലയത്തിൽ നീ നടക്കേണ്ടത് എങ്ങനെയെന്ന് അറിയേണ്ടതിന് ഇത് എഴുതുന്നു. എടോ, ഞാൻ എങ്ങനെ നടക്കണമെന്ന് താനാണോ തീരുമാനിക്കുന്നത്? ഇതിനെ ലീഗലിസം എന്നല്ലേ വിളിക്കുന്നത്. ഒറ്റ വാക്കേ ഉള്ളൂ, ഷട്ട് ആൻഡ് മൈൻഡ് യുവർ ബിസിനസ്. ഞാൻ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നടക്കുവാൻ താല്പര്യപ്പെടുന്നു. അതിൽ നിന്ന് എന്നെ പുറകോട്ട് പിടിക്കുവാൻ ഒരുത്തർക്കും കഴിയുകയില്ല. മോനെ തീമോത്തിയോസേ, നീ നടക്കേണ്ടത് എങ്ങനെയെന്ന് അറിയേണ്ടതിന് ഞാൻ നിനക്കിത് എഴുതുകയാണ്. 1 കൊരിന്ത്യർ 11:23 പല പ്രാവശ്യം പറഞ്ഞു, ഞാൻ പ്രാപിച്ചത് നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയാണ്. 1 കൊരിന്ത്യർ 9:1 ഞാൻ ക്രിസ്തുവിനെ കണ്ടാണ് പ്രാപിച്ചതെന്ന് മുമ്പേ പറഞ്ഞു. 2 കൊരിന്ത്യർ 12:1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ 3-ാം സ്വർഗം വരെ പോയി. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുക, ഒന്നല്ല പല പ്രാവശ്യം
പ്രാവശ്യം ആവർത്തിക്കും. ഇത് അകത്തങ്ങ് പതിയേണ്ടതിന് വേണ്ടിയാ. 3-ാം സ്വർഗം വരെ പോയി പ്രാപിച്ചതാണ്. എൻ്റെ ഉപദേശത്തിന് മാറ്റമില്ല, അത് ദൈവത്തെങ്കിൽ നിന്ന് പ്രാപിച്ചതാ. 2 തെസ്സലോനിക്കർ 3:6 പ്രാപിച്ച പ്രമാണം, ഞങ്ങളിൽ നിന്നും പ്രാപിച്ച പ്രമാണം വിട്ടു നടക്കുന്നവനെ അവൻ ക്രമം കെട്ടവനാണ്, അവനെ കുറിക്കൊള്ളുക. അപ്പോസ്തലപ്രവൃത്തി 20:29 പത്രോസ് ഇക്കാര്യം പറയുന്നുണ്ട്. ഞങ്ങൾ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ സഭയിലെ ലീഡർഷിപ്പിൽ നിന്ന് എഴുന്നേൽക്കുകയും ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയേണ്ടതിന് ഇതുവരെയും ദൈവത്തെ സേവിച്ചു പോകുന്ന വിശുദ്ധന്മാർ ദൈവത്തിൻ്റെ മാർഗത്തിൽ നിന്ന് മാറി എൻ്റെ പിന്നാലെ വരേണ്ടതിന്, അവരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയേണ്ടതിന് വിപരീത ഉപദേശം പ്രസ്താവിക്കുന്നവർ ലീഡർഷിപ്പിൽ നിന്ന് എഴുന്നേൽക്കുകയും ചെയ്യും. അവർ ചെന്നായ്ക്കളാണ് എന്ന് പറയുന്നതായി കാണാം. 2 തെസ്സലോനിക്കർ 2:15 പൗലോസ് പറഞ്ഞു, ഞാൻ വാക്കിനാലോ ലേഖനത്താലോ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്ന സകലതിൻ്റെയും അകത്ത് നടന്നോണം, അവിടം വിട്ട് വെളിയിലോട്ട് പോകരുത്, അങ്ങനെയുള്ളവനെ അംഗീകരിക്കരുത്. ഞാൻ ഉപദേശിച്ചു തന്നതിനെ നിങ്ങൾ പ്രമാണിക്കണം. അങ്ങനെയാണെങ്കിൽ പൗലോസിൻ്റെ വേറൊരു ലേഖനം എന്താണ്ട് കളഞ്ഞു കിടന്നത് ഇപ്പം കണ്ടുകിട്ടിയെന്നും പറഞ്ഞു വന്നാലോ? അതെ, അങ്ങനെ പല ലേഖനങ്ങളും കണ്ടുകിട്ടുന്നുണ്ട്. അക്കാര്യവും പൗലോസ് തൊട്ടു. 2 തെസ്സലോനിക്കർ 2:2 ഞങ്ങൾ എഴുതിയെന്ന ഭാവേന ആരെങ്കിലും വന്ന് ഞങ്ങൾ എഴുതാത്തത് തന്നാൽ, നമുക്കിപ്പോൾ പഴയ കാലത്തെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ എളുപ്പമല്ല. ഇത് ആരെഴുതിയെന്ന് അറിഞ്ഞുകൂടാ. ഇതും പൗലോസ് എഴുതിയതാണെന്ന് പറഞ്ഞ് ഒരാൾ വന്നാൽ, അങ്ങനെ എഴുതിയ ലേഖനങ്ങളുണ്ട്, ആണെന്നും പറഞ്ഞ് വന്നാൽ, ഞങ്ങൾ എഴുതിയെന്ന ഭാവേന ഒരു ലേഖനവുമായി വന്നാൽ അംഗീകരിക്കരുത്. പക്ഷേ തിരുവചനത്തിൻ്റെ തത്വത്തിൽ ഇണവാക്യങ്ങളുടെ സഹായത്തോടെ ശോധന ചെയ്താൽ അത് തെറ്റാണെന്ന് ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയും. കാര്യം ഇതര ലേഖനങ്ങളുമായി ഒത്തുവരാത്തതും തിരുവചനത്തിൻ്റെ പ്രധാന ആശയങ്ങളുമായി ഒത്തുപോകാത്തതുമായ ഞാൻ എഴുതിയെന്ന ഭാവേന കൊണ്ടുവരുന്നവരുണ്ട്. അത് തിരിച്ചറിയുവാൻ നമുക്കത് തിരിച്ചറിയുവാൻ കഴിയും. അതായിരുന്നു പൗലോസ്. തൻ്റെ ഒരുപാട് പ്രത്യേകതകൾ മോശയോട് കമ്പയർ ചെയ്തുകൊണ്ട് ഞാൻ കൊണ്ടുവന്നു. പൗലോസിനെയാണ് 3-ാം സ്വർഗത്തിൽ വരെ കൊണ്ടുപോയി പുതിയ നിയമസഭയ്ക്കുള്ള പ്രധാന ആശയങ്ങൾ എഴുതി വെക്കുവാൻ ദൈവം കൃപ കൊടുത്തത്. ഇനിയും പുതിയ നിയമത്തെക്കുറിച്ച് പറയുന്നത് ദൈവം താൻ പറഞ്ഞു തുടങ്ങിയതും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും പരിശുദ്ധാത്മാവ് സാക്ഷി നിന്നതും, 3 കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ. പഴയ നിയമത്തിൽ ഉറപ്പിച്ചു കൊടുത്തതും പാറ്റേൺ സെറ്റ് ചെയ്തതും ദൂതന്മാരാ. മോശയുടെ അടുക്കലേക്ക് ഇറങ്ങി വരുമ്പോൾ ദൂതഗണങ്ങളുമായി വന്നു. പുതിയ നിയമത്തിൽ കേട്ടവർ ഈ പാറ്റേൺ നമുക്ക് ഉറപ്പിച്ചു തന്നു. അവർ പാറ്റേൺ സെറ്റ് ചെയ്തിട്ടില്ല, ഉള്ള പാറ്റേണുകളെ അവർ നമുക്ക് ഉറപ്പിച്ചു തന്നു. ദൈവം താൻ പറഞ്ഞു തുടങ്ങിയതും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും പരിശുദ്ധാത്മാവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ദൈവം ചെയ്തു തുടങ്ങിയതും പിന്നെ കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ പുതിയ നിയമത്തിൻ്റെ പ്രത്യേകത അതാ. പൗലോസിനെ കൂടെ ശ്രേഷ്ഠ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ പെടുത്തുന്നു. ഗലാത്യർ 2:9 ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറവുള്ളവനല്ല, അത്രേ പറഞ്ഞുള്ളൂ. അവരെക്കാൾ മുമ്പിലാണെന്ന് അദ്ദേഹം പറഞ്ഞില്ല. അവരവർക്ക് തീരുമാനിക്കാം. മുമ്പിലാണെന്ന് അദ്ദേഹം പറഞ്ഞില്ല. അവരെക്കാൾ കുറവില്ലാത്തവനാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 4 അപ്പോസ്തലന്മാരാണ് ശ്രേഷ്ഠ പദവിയിൽ നിന്നത്. ഈ പുതിയ നിയമത്തിൻ്റെ എഴുത്തിൽ 4 സുവിശേഷങ്ങൾ വിട്ടാൽ ലേഖനങ്ങളിൽ പിന്നെ ഒറ്റയാളിനെ ചാൻസ് കിട്ടിയിട്ടുള്ളത് അറിയാമോ? യൂദാ അപ്പോസ്തലൻ. അത് യേശുവിൻ്റെ ഒരു സഹോദരനായിരുന്നു. യാക്കോബിൻ്റെ സഹോദരനാണ് യൂദാ എന്നാണ് എഴുതിയിരിക്കുന്നത്. യാക്കോബ് യേശുവിൻ്റെ സഹോദരനാണെന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ അവിടെ കൊണ്ടങ്ങ് വിടുകയാണ്. യൂദായ്ക്കും കൂടെ മാത്രമേ അദ്ദേഹത്തിനാണ് 25 വാക്യം എഴുതാനേ സാധിച്ചിട്ടുള്ളൂ. ബാക്കി മൊത്തം ഇവരാണ് എഴുതിയത്. അതിൽ ഒട്ടുമുക്കാലും പൗലോസ് തന്നെ എഴുതി. ആട്ടെ, പൗലോസ് സഭയ്ക്ക് വേണ്ടി ചില ഓർഡിനേഷൻസ് ചിലതെല്ലാം കൊടുക്കുന്നതായി കാണാം. ഓർഡിനേഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. സെറ്റിംഗ് ആൻ ഓർഡർ, സെറ്റിംഗ് ആൻ ഓർഡർ, സെറ്റിംഗ് എ പാറ്റേൺ. ഒരു പാറ്റേൺ, ഒരു ഓർഡർ സെറ്റപ്പ് ചെയ്യുക, അതിനെയാണ് ഓർഡിനേഷൻ എന്ന യഥാർത്ഥത്തിൽ ബൈബിൾ അർത്ഥമാക്കുന്നത്. ടു ഓർഡെയിൻ. ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ആളുകൾ ഒരുപാട് കൂടുതലുണ്ടെങ്കിൽ സ്റ്റാമ്പ് പാഡിങ് ഉണ്ടാകാതെ ഒന്ന് സൂക്ഷിച്ചിറങ്ങണമെന്ന് പറയും. അഥവാ ബണ്ണ് കിട്ടുന്ന ദിവസമാണെങ്കിൽ ലൈനായി നിന്ന് ബണ്ണ് വാങ്ങിച്ചുകൊണ്ടിറങ്ങും. അതിനൊരു ഓർഡറുണ്ട്. ഞാൻ ചിലപ്പോൾ ഓർഡർ തെറ്റിച്ച് ഇതിലൂടെ പോയി എനിക്ക് ബണ്ണ് കിട്ടത്തില്ല. ഓർഡർ തെറ്റുന്നവന് ലഭിക്കേണ്ടത് ലഭിക്കാതെ വരും. ദർ ഇസ് എ പാറ്റേൺ സെറ്റപ്പ്. ആ പാറ്റേണെയാണ് ഓർഡിനേഷൻ എന്ന് വിളിക്കുന്നത്. ഇറ്റ്സ് എ പാറ്റേൺ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞു, ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഓർഡിനേഷൻ വഹിക്കുന്ന ആളാണ്. ഇതിന് ചില പാറ്റേൺ ഉണ്ട്. നാളെ ഞാൻ സിഗരറ്റും വിളിച്ചുകൊണ്ട് സേതയിലോട്ട് പോരുന്നാലോ? മോനെ, അസംബ്ലീസ് ഓഫ് ഗോഡ് എന്നെ അന്നേരത്തെ എടുത്ത് ദൂരെ കളി, നിന്നെ കൊള്ളുകയില്ല. യു ആർ നോട്ട് ഫിറ്റ്. ഇതിന് നിങ്ങൾ ഫിറ്റല്ല.
ഓക്കെ, ഒത്തിരി പ്രമാണങ്ങൾ അതിനുണ്ട്. ഓർഡിനേഷൻസ് ഞാൻ എടുത്തു കാണിച്ചു. ഇതിനകത്ത് വസ്ത്രധാരണത്തിന് ഗൗരവമായ പങ്കുണ്ട്. വ്യത്യസ്ത സമൂഹങ്ങളുടെ ഓർഡിനേഷൻ, ക്രിസ്ത്യാനിക്ക് മാത്രമല്ല ഓർഡിനേഷൻ, വ്യത്യസ്ത സമൂഹങ്ങളുടെ ഓർഡിനേഷന് അവരവരുടെ കസ്റ്റം, സിസ്റ്റം, പാറ്റേൺ ഉണ്ട്. ഇതിനെ സെറ്റ് ചെയ്ത് ഉറപ്പിക്കുന്നതിനെയാണ് ഓർഡിനേഷൻ എന്ന് വിളിക്കുന്നത്. വ്യത്യസ്ത ഓർഡിനേഷൻ. ദൈവത്തിന് ഹെവൻലി ഓർഡിനേഷൻ ഉണ്ട്. ഗോഡ് ഹാവ് എ ഡിവൈൻ പാറ്റേൺ. ഒരു ഡിവൈൻ പാറ്റേൺ ഉണ്ട് ദൈവത്തിന്. എന്നെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ഐക്കണിൽ, സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ്. പിശാചിൻ്റെ ആഗ്രഹം അവിടുന്ന് എടുത്ത് കളയണമെന്നാണ്. വേണോ വേണ്ട എന്ന് ഞാനാ തീരുമാനിക്കുന്നത്. ഹി ഗേവ് ഹിസ് ലോ, തൻ്റെ പ്രമാണങ്ങൾ നമുക്ക് കൈമാറി. പിശാചിന് വേണ്ടത് ഞാൻ ആ പ്രമാണത്തിൽ നിന്ന് മാറണമെന്നാണ്. എന്നോട് മാറാൻ പിശാച് ആവശ്യപ്പെടും സാഹചര്യങ്ങൾ മുഖേന. പക്ഷെങ്കിൽ നോ, എനിക്കത് വിട്ടുമാറാൻ പറ്റത്തില്ല. ഞാൻ അതിനകത്ത് നിന്നേ പറ്റത്തുള്ളൂ. ഇനി ഞാൻ അടുത്തൊരാശയത്തിലോട്ട് കയറാൻ പോവുകയാണ്. ഓരോ തലമുറയിലും, അതുകൊണ്ടാണ് ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുക എന്ന് പാപമോചനത്തിൻ്റെ പ്രമാണം കൊടുത്ത ആദ്യത്തെ ദിവസം പത്രോസ് വിളിച്ചു പറയുന്നത്. ഒരു അപ്പോസ്തല പ്രവൃത്തി 2:38 മുതലുള്ള വാക്യങ്ങളിൽ 42 വരെയുള്ള വാക്യങ്ങളിൽ വക്രതയുള്ള തലമുറയിൽ നിന്നും രക്ഷിക്കപ്പെടുക എന്ന് പറയുവാൻ കാര്യം, വ്യത്യസ്ത ഫോളൻ ഏഞ്ചൽസ്, വീണുപോയ ദൂതന്മാർ, വീണുപോയ ഡീമോണിക് ശക്തികൾ, പൈശാചിക സ്വരൂപങ്ങൾ മനുഷ്യവർഗത്തിൻ്റെ ഇടയിലേക്ക് വരും. നമ്മൾ ഏലിയൻസ് എന്നൊരു വിഷയം പഠിച്ചതാണ്. ഏലിയൻസ് എന്നൊരു വിഷയം എന്ന് പറഞ്ഞ് ഞാൻ കണ്ണടച്ചാൽ ഭൂമിയിൽ ഇരുട്ട് വ്യാപരിക്കുമോ? ഒരിക്കലുമില്ല. എനിക്ക് വെട്ടം കാണാനൊക്കത്തില്ലെന്നേ ഉള്ളൂ. വെളിച്ചം അന്നേരത്തുണ്ട്. കണ്ണടച്ചതുകൊണ്ട് ഇരുട്ടാകത്തില്ല. ഏലിയൻസ് ആർ ദെയർ. ഏലിയൻസിനെ കുറിച്ച് ആദ്യമേ പഠിച്ചു തുടങ്ങിയപ്പോൾ 4 തരം ഏലിയൻസ് ഭൂമിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു ഒരു 5 വർഷങ്ങൾക്ക് മുമ്പേ. അത് കഴിഞ്ഞതിനെ തുടങ്ങി ഏലിയൻസിൻ്റെ നമ്പർ ഓഫ് ദം വർദ്ധിച്ചു തുടങ്ങി, അവരുടെ ഗ്രൂപ്പ്സ് വർദ്ധിച്ചു തുടങ്ങി എന്ന് നമ്മൾ കേട്ടു. 2 ദിവസത്തേക്ക് മുമ്പേ എനിക്കൊരു ലിങ്ക്, ഒരു ശാസ്ത്രജ്ഞൻ്റെ ഒരു ലിങ്ക് എനിക്ക് അയച്ചു തന്നിരുന്നു. അതിൻ പ്രകാരം ഭൂമിയിൽ ഇന്ന് വരുന്നത് 100-ലധികം വെറൈറ്റി ഏലിയൻസ് വന്നു തുടങ്ങി. ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം ആ സ്വർഗത്തിൽ അതിൻ്റെ സ്ഥാനം പിന്നെ കാണാതെയാകയാൽ അത് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. ഭൂമിയിൽ വസിക്കുന്നവരെ, നിങ്ങൾക്ക് അയ്യോ കഷ്ടം, അത് നിങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്നുവെന്ന് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാലഘട്ടത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നതാകയാൽ അവരിറങ്ങി വരികയും അവരുടെ മലിന മോഹങ്ങളിലേക്ക് ജനത്തെ പിടിച്ചു തിരിക്കുകയും ചെയ്യും. അതാത് തലമുറ അതാതിൻ്റെ പ്രശ്നത്തിലൂടെ പോകും. ആരാണിവർ? കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളിൽ കർത്തൃത്വങ്ങൾ, സിംഹാസനങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ എന്നിങ്ങനെ വീണുപോയ ശക്തികളാണ് എന്ന് കാണാം. സ്പിരിച്വൽ അതോറിറ്റീസ് ആൻഡ് സ്പിരിച്വൽ പവേഴ്സ്. ഈച്ച് ജനറേഷൻ ഹാവ് ദെയർ ഓൺ പ്ലേസസ് അറ്റ് എവറി പ്ലേസ്. ഓരോ തലമുറയും ഓരോ ഇടങ്ങളിലും, കേരളത്തിൽ ഇപ്പോൾ കേരളം പണ്ട് പലതായിരുന്നു. തിരുവിതാംകൂർ, കൊച്ചി പലതായിരുന്നു, മലബാർ. ഓരോ പ്രോവിൻസുകളിലും ഓരോ ലോക്കൽ ഏരിയകളിലും മലയാളമാണ് കേരളത്തിൽ മുഴുവനും സംസാരിക്കുന്നതെങ്കിലും തിരുവനന്തപുരത്തെ ഭാഷ തിരുവല്ല ഭാഷയേക്കാൾ അല്പം കൂടെ സ്ലാങ്ങിന് വ്യത്യാസം ഉണ്ടാവും. തൃശ്ശൂരോട്ട് വരുമ്പോൾ അവിടുന്നും മാറും, കോഴിക്കോട്ട് പോകുമ്പോൾ ഇനിയും മാറും, കണ്ണൂരാകുമ്പോഴത്തേക്ക് വീണ്ടും മാറും. കൊച്ചു കേരളത്തിനകത്ത് ഒരേ ഭാഷയ്ക്ക് തന്നെ സ്ലാങ് മാറിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ നീളവും ഇറക്കവും ഒക്കെ കുറച്ച് കൂട്ടിയൊക്കെ വന്നുകൊണ്ടിരിക്കും. ഏതാ ശരി ഏതാ തെറ്റ്, എല്ലാം ശരിയാ എല്ലാം ശരിയുമാണ്. അതെല്ലാം വന്ന് ഞാൻ അതിൻ്റെ വ്യത്യാസം അല്ല പറയുന്നത്, സംഭവങ്ങൾ പറയുകയാണ്. ഇതാണ് സ്ഥിതിയെങ്കിൽ ഭാരതത്തെ മൊത്തമായി ഒന്ന് എടുത്താൽ എത്രയോ കൾച്ചറുകൾ എന്തു പറ്റി? അങ്ങനെയാണ് ലോകത്തെ മുഴുവൻ എടുത്താലും ഓരോ കാലഘട്ടത്തിലും ഓരോ ഏരിയയിലും ഭരണം നടത്തുന്ന വീണുപോയ ശക്തികൾ, നശിച്ചുപോയ ദൂതന്മാർ അവരുടെ ഭരണം നടത്തിക്കൊണ്ട് അവരുടെ സ്വരൂപത്തിലേക്കും അവരുടെ സാദൃശ്യത്തിലേക്കും മനുഷ്യനെ പിടിച്ചു തിരിക്കുവാൻ എക്കാലവും പോകുന്നതിനാൽ ക്രിസ്ത്യാനിക്ക് ലോകവ്യാപകമായി ഒരൊറ്റ തത്വം ദൈവം ഇനി എഴുതി തന്നേച്ചു പറഞ്ഞു, ഇതനുസരിച്ച് അങ്ങ് നിങ്ങൾ ഇതിലേക്ക് മാറുകയില്ല. ഓരോ ജനറേഷൻ, ഓരോ പ്രോവിൻസുകളിൽ, ലോക്കൽ ഏരിയകളിൽ വ്യത്യസ്ത ഇത്തരം പ്രശ്നങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് ദൈവത്തിന് വേണ്ടി നിൽക്കാം. പൗലോസിനെ സ്വർഗത്തിൽ കൊണ്ടുപോയി കാര്യങ്ങൾ പഠിപ്പിച്ചു. താൻ ഭൂമിയിലേക്ക് വന്ന് കൽപ്പനകൾ എഴുതി. താൻ എഴുതുന്ന കൽപ്പനകളെ പലതായി തിരിക്കാം. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുന്നു. ഇതൊരു കൽപ്പന, ഒരു ബൈൻഡിങ് അല്ല. ചില അഭിപ്രായങ്ങൾ ഞാൻ പറയാം. സ്വാതന്ത്ര്യം നിങ്ങൾക്ക്. ഇത് വിവാഹ വിഷയമാണ്. ഒരുത്തന് വിവാഹം കഴിക്കണമെന്ന് തോന്നി, വേറൊരുത്തന് വിവാഹം കഴിക്കേണ്ടെന്ന് തോന്നി. ഇതിന് രണ്ടിനും ഒരു റൂളിങ് വെക്കുന്നില്ല. എന്നാൽ അതിൻ്റെ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് വിടുകയാണ്. അതിൻ്റെ ഗുണം ഇന്നതാണ്, ദോഷം ഇന്നതാണ്. അറിഞ്ഞ് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാമെങ്കിൽ തിരഞ്ഞെടുത്തോ, നല്ല കാര്യം. 1 കൊരിന്ത്യർ 8:1 വരുമ്പോൾ ആദ്യത്തേത് സ്വാതന്ത്ര്യം തന്നു. 8:1 വരുമ്പോൾ അനുമതി തരാം.
ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ നിനക്ക് അതുപോലെ വിശ്വാസം ഉണ്ടെങ്കിൽ, അതുപോലെ പിടിച്ചു നിൽക്കാനുള്ള മനക്കരുത്തുണ്ടെങ്കിൽ അനുവദിക്കാം, നിനക്ക് അനുമതി തരാം. ചെയ്തു. എന്തുവാണിത്? വിഗ്രഹാർപ്പിതത്തിൻ്റെ വിഷയമാണ്. ഞാനതിൻ്റെ അതല്ല എൻ്റെ വിഷയം. തൻ്റെ കൽപ്പനകളുടെ തട്ടുകളെ ഞാൻ മാറ്റുക. 1, സ്വാതന്ത്ര്യം, ഇഷ്ടം പോലെ തിരഞ്ഞെടുത്തു. 2, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, വാണിംഗ് തരാം, ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ചെയ്തേ തീരുവെങ്കിൽ ഓക്കെ, ഞാൻ അനുമതി തരാം, അനുമതി ഇഴവെന്ന്. പക്ഷേ 1 കൊരിന്ത്യർ 12, 13, 14, 15 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ, 12, 13, 14 ആദ്യം എടുക്കാം. അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ മോനെ, വരവണ്ണത്തിന് വ്യത്യാസം വരുത്താനൊക്കത്തില്ല. ഇറ്റ്സ് എ റൂളിംഗ്. ഇത് ദൂതന്മാർ കാണിച്ചു തന്ന മാതൃകയാണ്. കിട്ടുന്നുണ്ടോ? 7, 8 അധ്യായങ്ങളിൽ താൻ പറയുന്നത് സ്വാതന്ത്ര്യവും അനുമതിയുമാണ്, തൻ്റെ കൽപ്പനകളുടെ വ്യത്യാസമാണ്. പക്ഷേ 12 മുതലുള്ള അധ്യായങ്ങളിൽ 14 വരെയുള്ള അധ്യായങ്ങൾ എടുക്കുമ്പോൾ ഇതിനകത്ത് സ്വാതന്ത്ര്യവുമില്ല, അനുമതിയുമില്ല. ഇത് ഇതുപോലെ ചെയ്തേ പറ്റൂ, ഇതിന് യാതൊരു വ്യത്യാസവും. ഇത് ഇതുപോലെ ചെയ്തേ പറ്റൂ. പാറ്റേൺസ്, ഓർഡർ ഓൾറെഡി സെറ്റ് ചെയ്തു. ഇത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നതല്ല, നിയമിക്കപ്പെട്ട് കഴിഞ്ഞ ചിലത്. 15 അധ്യായത്തിലേക്ക് വരുമ്പോൾ 14 വരെയുള്ള അധ്യായങ്ങൾ അനുസരിച്ച ദൈവ പൈതലേ, നിങ്ങളുടെ പുനരുത്ഥാനത്തിൻ്റെ ഓർഡറും ദൈവം സെറ്റ് ചെയ്ത് കഴിഞ്ഞു, അതിനും വ്യത്യാസമില്ല. 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ഈ ഭൂമിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഓർഡറിലൂടെ നിങ്ങൾ പോകുക. നമ്മൾ ഈ 1 കൊരിന്ത്യർ അധ്യായം വയസ്സിൽ ഇങ്ങോട്ട് എടുക്കുകയാണ്. ഇതിനകത്തൂടെ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള പ്രതിഫലമുണ്ടല്ലോ, മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പ്, യേശുവിൻ്റെ മടങ്ങി വരവ്. അതിൻ്റെ ഓർഡർ ദൈവം മുന്നമേ സെറ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. ആ ഓർഡറിലേക്ക് നിങ്ങൾ അങ്ങ് ട്രാൻസ്ഫർ ആകുക. ഇവിടം വരെ നിങ്ങൾ ഈ ഓർഡർ അനുസരിച്ചു വാ. ട്രെയിൻ അതിൻ്റെ ജോയിൻറ്റ് ട്രാക്കിലേക്ക് മാറുന്നത് പോലെ നിങ്ങളുടെ ഇതേ ട്രാക്ക് തന്നെ തുടർന്നൊന്ന് വളയാൻ പോകുകയാണ്. നിങ്ങൾ നിത്യതയിലേക്ക് ചേർക്കപ്പെടേണ്ടതിന് ആ ഓർഡർ സെറ്റ് ചെയ്തു. ആ ഓർഡറിൽ ഇപ്പോഴേ നിങ്ങൾ കയറിക്കോ എന്ന് പറയുന്നതായി കാണാം. 2 തെസ്സലോനിക്കർ 3:6 പൗലോസ് പിന്നെ സഭയോട് പറഞ്ഞു തുടങ്ങി, വിഡ്രോ യുവർസെൽഫ് ഫ്രം എവറി ബ്രദർ ദാറ്റ് ഡസൻറ്റ് റിസീവ് ഇറ്റ്. ഞങ്ങളിൽ നിന്ന് കേട്ട ആലോചനകൾ സ്വീകരിക്കാത്ത ഏതു വ്യക്തിയോടും അകന്നുകൊള്ളണം, അവനോടുകൂടെ നിങ്ങൾ കൂട്ടുപിടിക്കരുത്. എബ്രായ ലേഖനം 10:25 നിങ്ങളുടെ സഭായോഗങ്ങളെ, കഴിഞ്ഞ ആഴ്ച തൊട്ടതാണ്, നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. പലരും അങ്ങനെ ചെയ്യും. സഭായോഗത്തിന് പോയില്ലേലും കുഴപ്പമില്ല, ഞായറാഴ്ച ഒരു ദിവസം മാത്രം അവധി ഉണ്ടായിരിക്കുകയും ആഴ്ചയിലെ ഇതര ദിവസങ്ങളിൽ ജോലി ചെയ്യുകയും ചെയ്തിരുന്ന കാലം. ഞാനും അന്ന് എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്നവരും ആചരിച്ചിരുന്ന ഒരു തത്വമുണ്ട്. ശനിയാഴ്ച വൈകിട്ട് പോയിട്ട് കുറച്ച് ഇറച്ചി വാങ്ങിച്ചുകൊണ്ടിരിക്കുക, കൂടുതലുണ്ടാക്കി കഴിക്കുക. കഴുകാനുള്ളിടത്തോളം തുണി ഞായറാഴ്ചത്തേക്ക് മാറ്റിയിടുക, അന്ന് കഴുകുക. ആരാധനയുടെ ദിവസമല്ല, തുണി കഴുകലിൻ്റെ ദിവസമാണ്, കള്ളു കുടിക്കുന്നവർക്ക് കുടിക്കുന്ന ദിവസമാണ്. പക്ഷെ ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം ഓർഡർ സെറ്റ് ചെയ്തു മോനെ, അതൊക്കെ ബാക്കി ദിവസങ്ങളിൽ നോക്ക്, ഞായറാഴ്ച ആരാധിക്കാനുള്ള ദിവസമാണ്. നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷയായി കരുതരുത്. നമുക്ക് നമ്മുടെ സ്വന്തം സഭായോഗം ഉള്ളിടത്തോളം വേറെങ്ങും പോകരുത് എന്ന് സഭയോട് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് പോകുവാൻ, തിരുവചനം അനുസരിക്കുന്നു എന്നൊന്ന് കൂട്ടത്തിൽ ഓർപ്പിച്ചോട്ടെ. ഞാൻ ഡിമാൻഡ് ചെയ്യല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അനുസരിക്കാൻ വേണ്ടി തിരുവചനത്തിലൊരു തത്വം അങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. റോമലേഖനം 12:1-2 നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കണം. നമ്മുടെ ആരാധന പലപ്പോഴും ദൈവം അംഗീകരിക്കാത്ത ആരാധനകളായി മാറിയെന്ന് വരാം. ആ ഭാഗം വിശദീകരിക്കാൻ എനിക്ക് കഴിയത്തില്ലെങ്കിലും ഞാനൊന്ന് ഓടിച്ച് തൊടാനായി താല്പര്യപ്പെടുന്നു. നമ്മുടെ ആരാധന ദൈവം അംഗീകരിക്കുന്ന, പ്രസാദിക്കുന്ന ആരാധനയാകട്ടെ. ദൈവം പ്രസാദിക്കാത്ത ഒരു കൂട്ടം ആരാധനകളെ വേഗത്തിൽ തൊടാം. ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ, ദൈവം പ്രസാദിക്കാത്ത ഒരു കൂട്ടം ആരാധനകളെ വേഗത്തിൽ ഒന്ന് ഓടിച്ചു തൊടാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി 4:4-5 യഹോവ ഹാബേലിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചു, കായേനിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചില്ല. യാഗം കഴിക്കാഞ്ഞിട്ടല്ല, പ്രമാണം തെറ്റിച്ചതിനാൽ. അവിടെ വാക്യം ഞങ്ങൾ കൊടുത്തിട്ടില്ല. യഹോവ ഹാബേലിൽ പ്രസാദിച്ചു, കായേലിൽ പ്രസാദിച്ചില്ല. ലേവ്യ പുസ്തകം 7:18 സമയം തെറ്റി യാഗം കഴിച്ചാൽ അതിൽ പ്രസാദമില്ല. ഇന്ന് കഴിക്കേണ്ട യാഗം ഇന്ന് വേണം, നാളത്തേക്ക് മാറ്റിയാൽ അതിൽ പ്രസാദമില്ല. സമയം തെറ്റരുത്. 1 ശമൂവേൽ 13:9 ശൗൽ അർഹതയില്ലാത്തവൻ യാഗം നടത്തി, അതവൻ്റെ മേൽ ശാപമായി മാറി. ശൗലിനെ വിളിച്ചത് രാജാവായിരിക്കാനോ പുരോഹിതനായിരിക്കാനല്ല. എനിക്കും യാഗം കഴിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ, ശൗലാണെങ്കിൽ ആത്മാർത്ഥത അടിത്തട്ടിൽ നിന്ന് ചെയ്തതാണ്, ഞാൻ വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. യാഗം കഴിക്കാതെ യുദ്ധത്തിന് പോകാൻ അദ്ദേഹത്തിന് തോന്നുന്നില്ല. യാഗം കഴിക്കാൻ എന്നെ കൊണ്ട് ഒക്കുമെന്നൊരു തോന്നൽ, എനിക്ക് പ്രസംഗിക്കാൻ അറിയാമെന്നൊരു തോന്നൽ, പ്രവചിക്കാൻ അറിയാമെന്ന് പറഞ്ഞ പാർട്ടി എൻ്റെ അടുക്കലുണ്ട്. എനിക്ക് പ്രവചിക്കാൻ അറിയാം പാസ്റ്റർ എന്ന് എന്നോട് നേരെ മുഖത്ത് എന്നെ കൂടെ അസിസ്റ്റന്റ് പാസ്റ്റർ ആക്കണമെന്ന് പറഞ്ഞ പാർട്ടി എനിക്ക് നേരിട്ട് അറിയാം, നമ്മുടെ ചർച്ചിനകത്ത്, വെളിയിലെങ്ങും അല്ല. ഇതൊക്കെ ശൗലിന് നന്നായി അറിയാം സംഗതികൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്.
യാഗം കഴിക്കാതെ യുദ്ധത്തിന് പോകാൻ ഒക്കത്തില്ല. ശമൂവേൽ വന്ന് യാഗം നടത്തുമെന്ന് പറഞ്ഞ് അങ്ങേര് നേരത്തിന് വന്നുമില്ല. പണ്ട് യോനാച്ചായനെ പറ്റിയ പോലെ അങ്ങേര് നേരത്തിന് വന്നുമില്ല. അങ്ങനെയോട് ശൗല് പറഞ്ഞു, എങ്കിൽ യാഗവസ്തു കൊണ്ടുപോകാൻ, ഞാൻ യാഗം കഴിക്കാൻ പോകുകയാ. അനുവദിക്കപ്പെടാത്തവൻ യാഗപീഠത്തിൽ കയറിയത് ശാപമായി മാറി. ദൈവം പ്രസാദിച്ചില്ല. സങ്കീർത്തനങ്ങൾ 50:9 മുതൽ 22 വരെ ഒന്ന് വായിച്ചാൽ, ദുഷ്ടൻ്റെ വീട്ടിൽ നിന്നും തൊഴുത്തിൽ നിന്നും കൊണ്ടുവന്ന പശുവിനെയോ ആടിനെയോ യാഗം കഴിച്ചാൽ അതുപോലും ഞാൻ അംഗീകരിക്കത്തില്ല. ദുഷ്ടനുമായി ബന്ധപ്പെട്ട യാതൊന്നും എൻ്റെ യാഗത്തിന് എനിക്ക് വേണ്ട, ഞാനതിൽ പ്രസാദിക്കയില്ല. യെശയ്യാ 1:11 മുതൽ 16 വരെയുള്ള വാക്യങ്ങളും 66:3 കൂടെ നോക്കിയാൽ, നീതികേട് ചെയ്യുകയും ഉത്സവം ആചരിക്കുകയും ചെയ്യാൻ വരുന്നവരുണ്ട്. ആരാധനയ്ക്ക് വരുമ്പോൾ നന്നായി കൈകൊട്ടും, നന്നായി പാടും, നന്നായി ആരാധിക്കും. പക്ഷെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ നീതികേടിൽ അകപ്പെടും. നീതികേടും ആരാധനയും രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നവരുണ്ട്. ആ യാഗം എന്നെ വീർപ്പ് മുട്ടിക്കും, എനിക്ക് ശ്വാസം മുട്ടുന്നടാ നിന്റെ അഴുക്ക് കൊണ്ടുവന്നിട്ടെന്ന് പറയാനിടയാകും. യെരമ്യാ പ്രവചനം 6:17 മുതൽ 20 വരെ, എൻ്റെ പ്രമാണം അനുസരിക്കാത്തവരുടെ ആരാധന എനിക്ക് വേണ്ട. നിങ്ങൾ എന്തുകൊണ്ട് എൻ്റെ പ്രാകാരത്തിൽ കയറി എൻ്റെ പ്രാകാരത്തെ ചവിട്ടി മലിനമാക്കി? ഞാനതിൽ ദുഃഖിക്കുന്നു. നിങ്ങളുടെ ആരാധനയിൽ പ്രസാദിക്കയില്ല. കാര്യം, നിങ്ങൾ നിയമം അനുസരിക്കുന്നില്ല, വചനം അനുസരിക്കുന്നില്ല. ആമോസ്, ഞാൻ ഉത്സവങ്ങളെ ദ്വേഷിക്കുന്നു, പാപിയുടെ ഉത്സവങ്ങൾ എനിക്ക് വേണ്ട. മലാഖിയുടെ 1 മുതൽ 8 വരെ ഉള്ളത്, മുടന്തും കുരുടുമുള്ളതിനെ നിങ്ങൾ യാഗം കഴിച്ചാൽ, അല്ലെങ്കിൽ ഇൻഫീരിയർ ഐറ്റംസ് എനിക്ക് തരികയും സുപ്പീരിയർ ആയിട്ടുള്ളത് മാറ്റുകയും ചെയ്താൽ എനിക്കതിൽ പ്രസാദമില്ല. മത്തായി 15:9, വ്യർത്ഥമായി നിങ്ങൾ എന്നെ ഭജിക്കുന്നു. കാര്യം, മാനുഷിക കൽപ്പനകളാണ് നിങ്ങൾക്ക് വലുത്. എൻ്റെ വചനം ഒന്ന് പറയുന്നു, മനുഷ്യൻ വേറൊന്ന് പറയുന്നു. നിങ്ങൾക്ക് അതാണ് വലുത്. അതുകൊണ്ട് നിങ്ങളുടെ ആരാധന എനിക്ക് വേണ്ട. 2 കൊരിന്ത്യർ 26:16 മുതലുള്ള വാക്യങ്ങളിൽ, ഉസിയാവെന്ന രാജാവ് ദൈവത്തെ ആരാധിക്കാൻ വന്നു. അവനും രാജാവായിരുന്നു, പുരോഹിതനായിരുന്നില്ല. ദൈവത്തിന് അത് ഇഷ്ടമായില്ല. 1 ശമൂവേൽ 13:9, ശൗൽ യാഗം കഴിച്ചു. നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്. ഇവർ രണ്ടുപേരും രാജാക്കന്മാരായിരുന്നു. ലേവ്യ പുസ്തകം 10:1-2 വാക്യങ്ങളിൽ, ദൈവം കൊടുത്തതല്ലാത്ത അന്യ അഗ്നി ദൈവസന്നിധിയിൽ കൊണ്ട് കത്തിച്ചു. യഹോവ അവരെ ശപിച്ചു. ഇത് ഞാൻ കൂടെ തൊടും. പരിശുദ്ധാത്മാവിൽ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒരു ഉണർവുണ്ടാകും. അതുണ്ടാകാതെ വരുമ്പോൾ എല്ലാവരും ഒന്ന് കൈയടിച്ചേ, ചാടിക്കേ, മോനെ അന്യാഗ്നി കത്തിക്കുക. ഇത് ശാപവുമായിട്ടാണ് തിരിച്ച് വീട്ടിൽ പോകുന്നത്. കാര്യം, ദൈവം ഇതിൽ പ്രസാദിക്കയില്ല. ദൈവം കൊടുത്തതല്ലാത്ത അന്യാഗ്നി കത്തിച്ചത് ശാപമായി മാറി. മത്തായിയുടെ സുവിശേഷം 15:6 മുതൽ 8 വരെ, മനുഷ്യ കൽപ്പനകൾ നിങ്ങൾ പാലിക്കുകയും ദൈവകൽപ്പനകൾ പുറകിൽ എറിഞ്ഞു കളയുകയും ചെയ്തു. യെരമ്യാവ് 3:10, നിങ്ങൾ ആരാധിച്ചത് പൂർണ്ണ ഹൃദയത്തോടെ അല്ല, ആകയാൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഡൗട്ടിൽ നിന്ന് ആരാധിക്കുന്നതിനെ ഞാൻ അംഗീകരിക്കയില്ല. നിങ്ങളുടെ ആരാധന, എബ്രായർ 10:25, സഭായോഗങ്ങൾ 12:1-2 ബുദ്ധിയുള്ള ആരാധനയായി, ജീവനും വിശുദ്ധിയും, നമ്മുടെ ശരീരം ജീവനും വിശുദ്ധിയും ഉള്ളതായിരിക്കണം. ആത്മാവ് ജീവനും വിശുദ്ധിയും ഉള്ളതായിരിക്കണം. ദൈവത്തിന് പ്രസാദമുള്ള യാഗം കഴിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ആരാധനയെല്ലാം ദൈവത്തിന് പ്രസാദമല്ല. എല്ലാം ദൈവം പ്രസാദിക്കുന്നില്ല. ബഥേൽ എന്തുകൊണ്ട് പല കാര്യങ്ങളും ദൈവ പ്രമാണപ്രകാരം പോകണമെന്ന് കുറഞ്ഞപക്ഷം മലയാളം സെക്ഷൻ ഇവിടെ വിളിച്ചു പറയുന്നു. കാരണം, ദൈവത്തെ പ്രസാദിപ്പിക്കുവാനാണ് ആരാധന. വി ആർ നോട്ട് എ ക്ലബ്, ബട്ട് വി ആർ എ ക്ലാസിക്കൽ പെന്തക്കോസ്റ്റൽ ചർച്ച്. ഈ ആശയം നന്നായി ഗ്രഹിക്കും എന്നെനിക്ക് തോന്നുന്നു. ഞാൻ ഓടിച്ച് പറഞ്ഞു പോയെങ്കിലും, വി ആർ നോട്ട് എ ക്ലബ്, ഇത് ഇസ് എ ക്ലാസിക്കൽ പെന്തക്കോസ്റ്റൽ ചർച്ച്. ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രമാണത്തിന് നാം വലിയ വില കൊടുത്തേ മതിയാകത്തുള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 2:40, ഈ തലമുറയിൽ നിന്നും രക്ഷിക്കപ്പെടുക, ഈ കാലഗതികളിൽ നിന്ന് രക്ഷപ്പെടുക, ഈ കാലഗതിക്കനുസരിച്ചുള്ള പെരുമാറ്റം നമ്മളിൽ ഉണ്ടാകരുത്. പക്ഷേ ഇപ്പം എല്ലായിടത്തും അങ്ങനെ അല്ല മോനെ. അനാത്മീയരെല്ലാവരും അങ്ങനെ, ആത്മീയർ അങ്ങനെ അല്ല. ആത്മീയർ ഇങ്ങനെ ഇതിനകത്തെ പോലെ. ആ വ്യത്യാസം സൂക്ഷിക്കുവാൻ ദൈവസഭ തയ്യാറാകട്ടെ. എഗെയിൻ, റോമർ 10:2, ലോകത്തോട് അനുരൂപമാകരുത് എന്ന് പറഞ്ഞാൽ, അവരുടെ ആശയങ്ങളോട്, അവരുടെ ചിന്താഗതികളോട്, അവരുടെ തത്വങ്ങളോട്, അവരുടെ പ്രമാണങ്ങളോട് നിങ്ങൾ ഒരിക്കലും കൺഫേം ചെയ്യരുത്. അതിനോട് അനുകൂലമായി പോകരുത്. കാര്യം, ആത്മാവും ജഡവും വ്യത്യസ്തങ്ങളാണ്. ലോകവും ദൈവവും വ്യത്യസ്തങ്ങളാണ്. ലോകത്തിൻ്റെ ജഡത്തിൻ്റെ പ്രവൃത്തി ആത്മാവിനും, ജഡത്തിൻ്റെ അഭിലാഷം ആത്മാവിനും, ആത്മാവിൻ്റെ അഭിലാഷം ജഡത്തിനും ശത്രുക്കളാകയാൽ ദൈവത്തോട് ശത്രുത്വമുള്ള ജഡത്തിൻ്റെ അഭിലാഷങ്ങളിലൂടെ നിങ്ങൾ പോകരുത്. 2 കൊരിന്ത്യർ 4:4, ഗോഡ് ഓഫ് ദിസ് വേൾഡ് ബ്ലൈൻഡഡ് ദം, വീണുപോയ ശക്തികൾ, വാഴ്ചകൾ, അധികാരങ്ങൾ ഇവ ഈ മനുഷ്യൻ്റെ ഹൃദയത്തെ, കണ്ണിനെ കുരുടാക്കിയതിനാൽ അവർക്കിത് കാണുവാനും മനസ്സിലാക്കുവാനും കഴിയാതെ പോകുകയാണ്. റോമർ 6:17, ഞാൻ പഠിപ്പിച്ച ഉപദേശത്തെ ഗൗരവപൂർവ്വം ഹൃദയപൂർവ്വം അനുസരിക്കുകയും നീതിക്ക്
ദാസന്മാരായി നിങ്ങൾ ഇരിക്കുകയും ചെയ്യുക. ഗലാത്യലേഖനം 1:7-8 ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി നിങ്ങളെ കലക്കിക്കളയുന്ന ചിലരുണ്ട്. കലങ്ങിപ്പോയ മറിച്ചിട്ട ഉപദേശം അത് ഞങ്ങൾ അറിയിച്ചതല്ല, ഞങ്ങൾ അറിയിച്ചതിന് വിപരീതമാകയാൽ അത് അറിയിച്ചവൻ ശപിക്കപ്പെട്ടവനാണ്. 2 തെസ്സലോനിയർ 2:3 ഞാൻ എഴുതിയെന്ന ഭാവേന വരുന്ന പലതുമുണ്ട്, നമ്മൾ തൊട്ടതാണ്. അത് ദൈവം അംഗീകരിക്കുന്നതല്ല. വൈ വി പ്രാക്ടീസ് ഇൻ അവർ ചർച്ച്. നാം എന്തുകൊണ്ടാണ് സഭയ്ക്കകത്ത് പലതും പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ പലതും നടപ്പിലാക്കണമെന്ന് പറയുന്നത്? ആർക്കും എന്നോട് വിരോധമില്ലല്ലോ. ആത്മീയർക്ക് എന്നാ വിരോധം വരാനല്ലേ? മറ്റവന് വിരോധമുണ്ട്, അവനവൻ്റെ പണി നോക്കട്ടെ. അവന് ഭയങ്കര വിരോധമാണ് നമ്മൾ ദൈവവചനം പറയുന്നത്. നമ്മുടെ അകത്ത് ഇതിൽ ഏത് ചിന്തയാണ് വരുന്നതെന്നൊന്ന് ആലോചിച്ചോണം. അങ്ങോട്ടാണോ തിരിയുന്നത്, ഇങ്ങോട്ടാണോ തിരിയുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരാളും കൂടെ നിത്യതയിൽ ദൈവതുല്യരായി കാണേണ്ടതിന്, കർത്താവിൻ്റെ മണവാട്ടി സഭയിലേക്ക് ചില വ്യക്തികളും കൂടെ ചേർക്കപ്പെടേണ്ടതിന്, അതാ സഭയുടെ ലക്ഷ്യം. കഴിവിൻ്റെ ആരോഗ്യത്തിൻ്റെ പരമാവധി അതിനുവേണ്ടി ഉപയോഗിപ്പാൻ താല്പര്യപ്പെടുന്നത് കൊണ്ടാണ് ഈ സ്പീഡിൽ ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് സഭയിൽ നമ്മളിത് നടക്കുന്നത്? 1 തീമോഥെയോസ് 2:8-12 വരെയുള്ള വാക്യങ്ങളിൽ സഭയുടെ ചില കോമൺ മര്യാദകളെക്കുറിച്ച് പറയുന്നത്. വൈ വി ബിലീവ് ഇറ്റ്, വൈ വി പ്രാക്ടീസ് ഇറ്റ്. അതിൻ്റെ കോമൺ മര്യാദ ഇതാണ്. 1 തീമോഥെയോസ് 2:8-12 വരെയുള്ള വാക്യത്തിൽ, പുരുഷന്മാർ വിശുദ്ധ കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. സ്ത്രീകൾ ലജ്ജാശീലത്തോടെ ഭക്തിക്ക് യോഗ്യമായ വസ്ത്രധാരണത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കട്ടെ. യോഗ്യമായ വസ്ത്രം, ഭക്തിക്ക് യോജിച്ച വസ്ത്രം, പത്യോപദേശത്തിന് യോജിച്ചതായത് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ഓർഡർ നേരത്തെ സെറ്റ് ചെയ്ത് അത് മാറ്റാൻ ഒക്കില്ല. ലജ്ജാശീലത്തോടെ വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞാൽ ശരീരഭാഗങ്ങളിൽ മറഞ്ഞിരിക്കേണ്ടത് മറഞ്ഞിരിപ്പാനും, വഴിയെ പോയ വേറൊരുത്തൻ്റെ അറ്റൻഷൻ പിടിച്ചെടുക്കേണ്ടതിന് ഇങ്ങോട്ടൊന്ന് നോക്കണേ എന്ന് പറയിപ്പിക്കുന്ന സമ്പ്രദായങ്ങൾ ഇല്ലാതെ യോഗ്യമായി വസ്ത്രം ധരിക്കണം. അത് ഉചിതമാണ്, മാന്യമാണ്. 70 വയസ്സ് കഴിഞ്ഞ് എനിക്കത് പറയാം. ആർക്കും പ്രയാസം തോന്നില്ലേ? ഒരു സമയം അനുവദിക്കുന്നതിന് ഒത്തവണ്ണം എനിക്ക് സമയം ഉണ്ടെങ്കിൽ പയ്യെ നമുക്ക് പോകാം. ലജ്ജാശീലത്തോടെ യോഗ്യമായി, വിശുദ്ധ സ്ത്രീകൾക്ക് യോഗ്യമായ വണ്ണം, അതിൻ്റെ മാതൃകയിൽ ഭക്തിക്കൊത്ത വസ്ത്രധാരണം. അങ്ങനെയാണെങ്കിൽ ഭക്തിക്ക് വസ്ത്രധാരണം വേണോ? ഭക്തി പുറത്തല്ലടാ, അകത്ത. എന്നാൽ പിന്നെ പുറത്തെ ചൊവ്വയും കൊണ്ട് നടക്കടാ. ഇത് പുറത്തതിനകത്ത് ഏതാണ്ട് ഉണ്ടായിട്ടില്ല, നീ ഇട്ട് നടക്കുന്നു. എന്നോട് ഒരുത്തം പറഞ്ഞു, ഈ വെള്ളയ്ക്കകത്ത് ഒരു കാര്യവുമില്ല, ഇത് പുറമേ ഉള്ളതാ, ഞാൻ ചുമന്നത് ഇടത്തുള്ളൂ. ഞാൻ പറഞ്ഞു, ചുമന്നതിനകത്ത് കാര്യം, പുറമേ ഉള്ളതിനകത്ത് കാര്യമില്ല, വെള്ള ഇടറാവൂ, നീ എന്തിനാ ചുമന്ന ഇടുന്നു? ചുമന്നതിനകത്ത് കാര്യം ഉണ്ടെന്ന് അവൻ അറിയാം. അതുകൊണ്ട് അവനറിയാം, എന്നോട് കള്ളം പറയുക ഒന്നുമില്ലെന്ന് ഉണ്ട്. അതുകൊണ്ടല്ല ഞാൻ കഴിവുള്ളിടത്തോളം ഭക്തിക്ക് യോഗ്യമായി നടക്കാൻ ശ്രമിക്കുന്നത്. 1 തീമോഥെയോസ് 6:3 പത്യ ഉപദേശത്തിനൊത്തവണ്ണം ഭക്തിക്കൊത്ത വസ്ത്രധാരണം. പൗലോസിന് എഴുതുകയാണ്, 3-ാം സ്വർഗത്തിൽ പോയി കാര്യങ്ങൾ കണ്ടറിഞ്ഞേച്ച് ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിച്ച് സഭയ്ക്കേൽപ്പിക്കുക. കാര്യം നിങ്ങൾ ദൈവസന്നിധിയിൽ കൂടി വരുന്നത് അനുഗ്രഹം പ്രാപിച്ച് മടങ്ങേണ്ടതിനാണ്, ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടതിനാണ്. തീത്തോസ് 2:1 പത്യോപദേശം പറഞ്ഞു കൊടുക്ക്. തീത്തോസ് 2:13 ഭക്തി കേടും പ്രപഞ്ച മോഹങ്ങളും വർജിച്ച് ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുവാനായി ശ്രമിക്കുക. തീത്തോസ് 2:12-15 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. നമ്മെ ശിക്ഷിച്ചു വളർത്തുന്ന ചില ദൈവ പ്രമാണങ്ങളുണ്ട്, അതിനകത്തൂടെ നിങ്ങൾ വളർന്നു വരുവാൻ എന്ന് കാണുന്നു. ഇത് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ച ശേഷമാണ് എന്നുള്ള കാര്യം മറക്കരുത്. തീത്തോസ് 2:2 ഈ കാലഗതിക്കനുസരിച്ച് ജീവിക്കരുത്. വീണുപോയ ഓരോ ഏലിയൻസ് അതാത് കാലഘട്ടങ്ങളിൽ കാലഘട്ടങ്ങൾക്കൊത്തവണ്ണം ഭൂമിയിൽ മുഴുവനും അവരുടെ ദുരുപദേശങ്ങൾ പരത്തുമ്പോൾ നിങ്ങൾ അതിൻ്റെ പുറകെ പോകരുത്. ഭക്തിക്ക് യോഗ്യമായി നിങ്ങൾ നടക്കണം, കാലഗതിക്കനുസരിച്ച് പോകരുത്. തീത്തോസ് 2:15 ഈ കാലഗതിക്കനുസരിച്ച് പോകുന്നതിൻ്റെ കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പാസ്റ്ററെ, ഇതൊക്കെ 100 കൊല്ലത്തിന് മുമ്പിലത്തെ, 500 കൊല്ലത്തിന് മുമ്പിലത്തെ, 2000 കൊല്ലത്തിന് മുമ്പിലത്തെ കുറേ പഴഞ്ചൻ കഥകളാണ്. മോനെ, 2000 വർഷം കൊണ്ട് മാറുന്നതല്ല ദൈവവചനം. അതിൽ നിന്നൊരു വള്ളിയും പുള്ളിയും മാറത്തില്ല. അത് 1000 വർഷങ്ങളിലൂടെ കഴിഞ്ഞാലും അത് തന്നെയാണെന്ന് യേശു പറഞ്ഞു. നിന്നേക്കാൾ അധികം ഞാൻ വിശ്വസിക്കുന്നത് യേശുവിനെ ആകയാൽ ഞാൻ നിന്റെ മാർഗത്തിലല്ല, യേശുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുവാൻ താല്പര്യപ്പെടുന്നു. തീത്തോസ് 2:15 അന്ത്യകാലം വരെയുള്ള സഭയോട് പറഞ്ഞു, ശുശ്രൂഷകന്മാർ ഇത് ധൈര്യമായി പ്രസംഗിച്ചാൽ ദൈവത്തിന് പ്രസാദമായിരിക്കും. ഞാനത് ചെയ്യുകയാ ധൈര്യത്തോടല്ലെങ്കിലും.
എൻ്റെ മുമ്പിൽ 5 മിനിറ്റോളം ഇനി സമയം ബാക്കിയുള്ളൂ. ആ 5 മിനിറ്റ് കൊണ്ട് എവിടം വരെ പാനുക്കും ഒരു ഭാഗം കൂടെ തൊട്ടോട്ടെ. ബേഥേൽ എന്തുകൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്നു? സഹോദരിമാരുടെ ശുശ്രൂഷയെക്കുറിച്ച് ബേഥേലിൽ എന്തു പറയുന്നു? തിരുവചനം എന്തു പറയുന്നു? 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ സ്ത്രീകൾ പ്രാർത്ഥിക്കുമ്പോൾ, പ്രവചിക്കുമ്പോൾ ദൂതന്മാർ നിമിത്തം അവർക്ക് തലമേൽ അധീനത ലക്ഷ്യം, ഹെഡ് കവറിങ് ഉണ്ടായിരിക്കണം എന്ന് പഠിപ്പിക്കുന്നു. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. ഇന്ന് തീർക്കാൻ എൻ്റെ ആശ ഒക്കെ നോക്കട്ടെ. 1 തീമോഥെയോസ് 2-ാം അധ്യായത്തിൻ്റെ 11ഉം 12ഉം വാക്യങ്ങളിൽ സ്ത്രീ മൗനമായിരുന്ന് പഠിക്കട്ടെ, വീട്ടിൽ വെച്ച് ഭർത്താക്കന്മാരോട് ചോദിക്കട്ടെ, സഭയിൽ മിണ്ടുവാൻ അവർക്ക് അനുവാദമില്ല എന്ന ആശയം കാണാം. 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൻ്റെ 34 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ സ്ത്രീകൾ സഭയിൽ മിണ്ടാതെ ഇരിക്കട്ടെ, ന്യായപ്രമാണവും പറയുന്നത് പോലെ, ഞാനൊരു വലിയ ലിങ്കിനകത്തോട്ട് കയറാൻ പോകുകയാണ്, ന്യായപ്രമാണവും പറയുന്നത് പോലെ മൗനമായിരിക്കാൻ അല്ലാതെ പുരുഷൻ്റെ മേൽ കർത്തൃത്വം നടത്തുവാൻ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. സ്വർഗീയ ഓർഡിനൻസ് ഇങ്ങോട്ട് പയ്യെ കൈമാറുകയാണ്. അങ്ങനെയാണെങ്കിൽ നോക്കാം, ന്യായപ്രമാണത്തിൽ എന്തു പറയുന്നു എന്ന് ചിന്തിക്കാൻ പോവാം. ഇത് ഭയങ്കര ക്രിട്ടിക്കലായ ആശയമാണ്. ഞാൻ ബേഥേലിൻ്റെ ചരിത്രത്തിൽ എത്തുവാൻ ആഗ്രഹിക്കുന്നു. അടുത്ത 2-3 മിനിറ്റും ഉണ്ട്. അതുവരെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണേ. ഭയങ്കര ഗൗരവമായി ഒന്ന് ശ്രദ്ധിക്കേണ്ട, ഇന്നത്തെ മെസ്സേജിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഭാഗമായത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-27 വായിക്കുമ്പോൾ, സ്ത്രീക്കും പുരുഷനും ഏറെക്കുറെ തുല്യത ദൈവം കൊടുത്തിരുന്നു. ആവർത്തിക്കാം, സ്ത്രീക്കും പുരുഷനും ഏറെക്കുറെ തുല്യത ദൈവം കൊടുത്തിരുന്നു. എന്നാൽ ഉൽപ്പത്തി 2:18 മുതൽ 22 വരെയുള്ള വാക്യത്തിൽ സ്ത്രീയെ സൃഷ്ടിച്ചത് പുരുഷന് വേണ്ടി തന്നെയാണ്. ഇത് തന്നെയാണ് 1 കൊരിന്ത്യർ 11-ന്റെ 8-9 വാക്യത്തിലും പൗലോസ് പറയുന്നത്. സ്ത്രീയിൽ നിന്ന് പുരുഷനെ എടുക്കുകയായിരുന്നില്ല, പുരുഷനിൽ നിന്ന് സ്ത്രീയെ എടുക്കുകയായിരുന്നു. പുരുഷൻ്റെ തേജസ്സിനായിട്ടാണ്, പുരുഷന് വേണ്ടിയാണ് സ്ത്രീയെ സൃഷ്ടിച്ചത്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 2:24 വരുമ്പോൾ പുരുഷൻ സ്ത്രീക്ക് തുല്യത എങ്കിലും കൊടുത്തു, ഇച്ചിരൂടെ കിളത്തി. ഒന്നുകൂടെ പറയാം മനസ്സിലാക്കാൻ വേണ്ടി. സൃഷ്ടിയെങ്കിൽ സ്ത്രീയും പുരുഷനും തുല്യരായിരുന്നു ഏറെക്കുറെ. സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പുരുഷൻ സ്ത്രീക്ക് പുരുഷനേക്കാൾ ഒരല്പം കൂടെ സ്ഥാനം കൊടുത്തു. താൻ പറഞ്ഞു, ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കിയാൽ നാരി എന്ന് പേരാകും. എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമാണിവൾ. ആകയാൽ പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, ഒരു ദേഹമാവും. അതവൻ്റെ അപ്പനാരാ? അപ്പനെ അമ്മയും വിട്ടുതിരിവെന്നൊക്കെ അല്ലേ പറഞ്ഞ? അപ്പൻ ആരാ? ദൈവമേ, അങ്ങേക്കാൾ കൂടുതൽ ഞാൻ എവളോട് പറ്റി നിൽക്കുമെന്ന് തന്നെയാണ് പറഞ്ഞു. ഒന്ന് ഗൗരവമായി മനസ്സിലാക്കിക്കൂ. എനിക്കിവളെ അങ്ങ് ഇഷ്ടപ്പെട്ടു, എൻ്റെ ശരീരത്തിൻ്റെ താല്പര്യങ്ങളാണ്. ഞാൻ ഇവളോടങ്ങ് പറ്റിച്ചേരും, നീ എനിക്ക് രണ്ടാമനാ. ദൈവം ഒരു വാക്കുപോലും മിണ്ടിയില്ല. സ്ത്രീക്ക് അമിത പ്രാധാന്യം കൊടുത്തത് പുരുഷനാ, അല്ലെങ്കിൽ ആദമാ. അങ്ങനെ വളർന്നു. പക്ഷേ 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇവൾ സർപ്പത്തെ അകത്ത് കയറ്റി. തനിക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തെ സ്ത്രീ അബ്യൂസ് ചെയ്തു, അങ്ങനെ വേണം പറയാൻ. സ്വാതന്ത്ര്യത്തെ ദുരുപയോഗപ്പെടുത്തി. അതിനെ തുടർന്ന് യഹോവയായ ദൈവം ഇറങ്ങി വന്നേച്ച് പറഞ്ഞു, ഇന്നു മുതൽ നിന്റെ ഭർത്താവ് തലയും നീ ശരീരവുമായിരിക്കും. നിന്റെ ഭർത്താവ് നിന്നെ ഭരിക്കും. തുല്യത ഇന്നു മുതൽ ഇല്ല, കഴിഞ്ഞു. ആർക്കും എന്നോട് പ്രയാസം തോന്നരുത്. ഫെമിനിസം മൊത്തത്തിൽ പഠിപ്പിക്കുന്നത്, ലോകം മൊത്തത്തിൽ പഠിപ്പിക്കുന്നത് തുല്യരാണെന്നാണ്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു വാക്കും കൂടെ പറഞ്ഞു, നീ ആദ്യം ഈ പാപത്തിൽ അകപ്പെട്ടു, നിന്റെ ഭർത്താവ് നിന്നെ ഭരിക്കും. തന്നെയല്ല, കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് കുടുംബത്തിൻ്റെ ആവശ്യം, പക്ഷെ വേദന നിനക്കായിരിക്കും, ഭർത്താവിന് വേദന കാണുകയില്ല. ഇരുവരും തുല്യരായെങ്കിൽ 2 മക്കളുടെ ജനനത്തിൽ ഒന്നെങ്കിലും ഭർത്താവിന് വേദന വരണ്ടേ? ആര് പറഞ്ഞിടൂ തുല്യരായെന്ന്? ചുമ്മാ മണ്ടത്തരം പറയാതെ, വിഡ്ഢിത്തം പറയാതെ. അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. അത് സംഭവിക്കാതെ വണ്ണം ദൈവം അതിനൊരു നിയമം വെച്ചു. അന്നു മുതൽ തൻ്റെ അധികാരം ദുരുപയോഗപ്പെട്ടതിനാൽ ഈ അധികാരത്തിൽ നിന്ന് ദൈവം അവരെ തള്ളി. തുടർന്ന് പുരുഷന് ദൈവം മേൽക്കോയ്മ കൊടുക്കുകയും സ്ത്രീയുടെ തലയാകുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എഫെസ് ലേഖനം 5:22 മുതൽ 24 വരെ ഈ വ്യത്യാസം ഉണ്ട്. എന്നേക്കും പുരുഷൻ തലയായിരിക്കും എന്ന് കാണാൻ കഴിയും. പഴയ നിയമത്തിൽ സ്ത്രീകൾ ശുശ്രൂഷിച്ചതായി കാണാം. ഞാൻ 2-3 മിനിറ്റ് എക്സസ് എടുക്കുന്നത് ദയവായി ക്ഷമിക്കണം. പഴയ നിയമത്തിൽ സ്ത്രീകൾ ശുശ്രൂഷിച്ചതായി കാണാം. നമ്മൾ എവിടുന്നാണ് വരുന്നത്? പഴയ നിയമം ന്യായപ്രമാണം പറയുന്നത് പോലെ
ന്യായപ്രമാണത്തിൽ തുല്യതയിൽ നിന്ന് മാറി പുരുഷനോട് ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കുവാൻ, കീഴിൽ പ്രവർത്തിക്കുവാൻ ദൈവം സ്ത്രീയെ നിയമിച്ചു. പുതിയ നിയമത്തിൽ ഇതേ കാര്യം പറയുന്നുണ്ട്. പക്ഷേ പഴയ നിയമത്തിൽ സ്ത്രീകൾ ശുശ്രൂഷിച്ചിട്ടുണ്ടല്ലോ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ മോശയുടെ സഹോദരിയായിരുന്ന മിരിയാം തപ്പെടുത്ത് പാട്ടുപാടി. അവിടെ പാട്ട് ലീഡ് ചെയ്തത്, ശുശ്രൂഷ ലീഡ് ചെയ്തത് മിരിയാമാണ്. പക്ഷേ പുറപ്പാട് 15-ന്റെ 1 വന്നാൽ മോശ പാടി എന്നാണ് എഴുതിയിരിക്കുന്നത്. മോശയുടെ പേരില്ല പാട്ട് നിന്ന് പാടിയത് മിരിയാമാണെങ്കിലും. ഇനി അവിടെ തന്നെ മിരിയാമിനെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നറിയാമോ? മോശയുടെ സഹോദരൻ അഹരോൻ്റെ പെങ്ങളായ മിരിയാം, മോശയുടെയും അഹരോൻ്റെയും പേരിൽ മിരിയാം അറിയപ്പെട്ടു, നന്നായി പാടി ശുശ്രൂഷിച്ചു. 2 രാജാക്കന്മാരുടെ പുസ്തകം 28-ന്റെ 14 മുതൽ 20 വരെയുള്ള വാക്യത്തിൽ ഹുൽദായ എന്നൊരു പ്രവാചകിയെ കാണാം. ഹുൽദായ പ്രവാചകി ദേശം ഭരിക്കുകയും നന്നായി പ്രവചിക്കുകയും ചെയ്തു. പക്ഷേ അവളെ അറിയുന്നത് ഭർത്താവിൻ്റെ പേരില്ല. ജഡ്ജസ് ന്യായാധിപന്മാരുടെ പുസ്തകം 4-ന്റെ 4-ലും 7-ന്റെ 8-ലും ദെബോര എന്നൊരു സ്ത്രീയെ കാണാം. ന്യായപാലനം ചെയ്യുകയും യുദ്ധം നയിക്കുകയും പ്രവചിക്കുകയും ഒരുപോലെ ചെയ്ത ഭരണാധികാരി. പക്ഷെ അവളെ അറിയപ്പെടുന്നത് ഭർത്താവിൻ്റെ പേരില്ല. സ്വന്തം പേരിൽ അറിയപ്പെടാതെ ടീം വർക്കുകൾ ചെയ്തവരുണ്ട്. സ്വന്തം പേരിൽ അറിയപ്പെടാതെ ഒരു കീഴ്വഴക്കത്തിൽ നിന്നുകൊണ്ട് തൻ്റെ സഭയെ ശുശ്രൂഷിക്കുവാൻ പഴയ നിയമത്തിൽ സ്ത്രീകൾക്ക് കഴിഞ്ഞു. പുതിയ നിയമത്തിലും അത് തന്നെ. രൂത്തിൻ്റെ പുസ്തകത്തിൽ ഇത് കാണാം. ഞാൻ ഒത്തിരി ഉണ്ട്, മുഴുവനായിട്ട് എനിക്കൊക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ സഭായോഗങ്ങളിൽ സ്ത്രീകൾ മിണ്ടാതിരിക്കട്ടെ എന്ന് പൗലോസ് പറഞ്ഞ് ശരിയാണോ? ഏതെങ്കിലും ഒരു സഭ സ്ത്രീകൾ മിണ്ടാതിരുന്നാൽ എങ്ങനെയാണ്? കുറഞ്ഞ പക്ഷം പ്രാർത്ഥിക്കുന്ന ആമീൻ പറയണ്ടേ? ഒരു അല്ലലിയ പറഞ്ഞുകൊണ്ട് നഷ്ടമില്ലല്ലോ. ഒരു പാട്ടുപാടിയത് നല്ലതല്ലേ? പിന്നെ എന്നായി പറയുന്നേ? ഭൂമിയിലെ ഏതെങ്കിലും ഒരു സഭ സ്ത്രീ മിണ്ടാതിരിക്കാൻ പറഞ്ഞതായിട്ട് കേട്ടിട്ട് പോലുമില്ല. ഞാൻ പറഞ്ഞില്ല, കുറഞ്ഞ പക്ഷം ആമീൻ പറയാനേലും അവർ ആവശ്യപ്പെടും. പിന്നെ എന്തുവായി പറഞ്ഞത്? പൗലോസ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ: പുരുഷൻ്റെ മേൽ കർത്തൃത്വം നടത്തുന്ന ശുശ്രൂഷകളിൽ പോകാൻ പാടില്ല. പുതിയ നിയമത്തിൽ യേശു ആദ്യം സുവിശേഷീകരണത്തിന് വേണ്ടി അയച്ചത് സ്ത്രീകളെയാണ്. 1 തീമോഥെയോസ് 3-5 മുതലുള്ള വാക്യങ്ങൾ വായിച്ച് സ്ത്രീയെയും പുരുഷനെയും ശോധന ചെയ്ത് കൊള്ളാം എന്ന് തെളിയിക്കപ്പെട്ടാൽ അവരെ ഡീക്കനസ് ആക്കി മാറ്റുവാൻ കഴിയും. സഭയിലെ ശുശ്രൂഷകളിൽ അവർ പങ്കെടുത്തു. ഫിലിപ്പ് ലേഖനം 4-3 ക്ലേമന്ത മുതലായ സ്ത്രീകൾ ടീം വർക്കിന് വേണ്ടി പോയതായി കാണാം. 5-1 മുതൽ 16 വരെ ശുശ്രൂഷകനും ശുശ്രൂഷക്കാരത്തികളുമുണ്ട്. ഡീക്കൻസ് ആൻഡ് ഡീക്കനസ് ദൈവസഭയ്ക്കകത്തുണ്ടായിരുന്നു. റോമാലേഖനം 16-1 ഫേബ എന്ന സഹോദരിയെക്കുറിച്ച് കാണാം. ഫേബ ശുശ്രൂഷക്കാരത്തി എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ ഒത്തിരി എന്നെക്കൊണ്ട് കഴിവുള്ളിടത്തോളം അന്വേഷിച്ച് നോക്കിയിട്ട് അവൾ ഡീക്കനസ് ആയിരുന്നു. ഫേബയുടെ കയ്യിലാണ് റോമാലേഖനം പൗലോസ് റോമിലേക്ക് കൊടുത്തയക്കുന്നത്. അത് കൊടുക്കുവാൻ കാര്യം, അവൾ ഇൻ്റർനാഷണലി യാത്ര ചെയ്തിരുന്ന ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു. സമൂഹത്തിൽ സ്ഥാനമുള്ള ഒരു സ്ത്രീയും അതേസമയം സഭയിലെ ഡീക്കനസുമായിരുന്നു ഫേബ എന്ന് കാണാൻ കഴിയും. അങ്ങനെ പലരും ഒരുപാട് പേര് വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബേഥേലിലേക്കൊന്ന് വരാം. പുതിയ നിയമത്തിൻ്റെ കണക്കനുസരിച്ച് വി ഹാവ് പ്രൂവൺ ലേഡീസ് ഇൻ അവർ ലീഡർഷിപ്പ്. ഈ സഭയുടെ നേതൃത്വത്തിൽ പ്രൂവ് ചെയ്യപ്പെട്ട സഹോദരിമാർ ഉണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ബൈബിൾ വിമൻ, ബൈബിൾ ടീച്ചേഴ്സ് എന്നൊക്കെ നമ്മൾ അവരെ വിളിക്കും. ചർച്ചിൻ്റെ കമ്മിറ്റിയിൽ സഹോദരിമാരുണ്ട്, പ്രൂവൺ ലേഡീസ്. പ്രവചന ശുശ്രൂഷ ചെയ്യുന്ന സഹോദരിമാർ നമുക്കുണ്ട്. ഞാൻ അവരുടെ ചെന്ന് ദൂത് ചോദിക്കും. സൺഡേ സ്കൂളുകളിലും ചിൽഡ്രൻസ് മിനിസ്ട്രിയിലും വർക്ക് ചെയ്യുവാൻ സഹോദരിമാരുണ്ട്. അവരെല്ലാം ഇവിടുത്തെ ലീഡർഷിപ്പിലുള്ളവരാ. അവർക്ക് ശുശ്രൂഷ ഉണ്ട്. മിണ്ടാതിരിക്കാനല്ല, പുരുഷൻ്റെ മേൽ കർത്തൃത്വം നടത്തുവാൻ അനുമതിയില്ലാതെ ന്യായപ്രമാണം അനുവദിക്കുന്നത് പോലെ സ്ത്രീകൾ ഈ സഭയിൽ ശുശ്രൂഷിക്കുന്നു. എന്തുകൊണ്ട് ബേഥേൽ അനുവദിക്കുന്നു? ഈ തിരുവചന ഭാഗങ്ങളാൽ അനുവദിക്കുന്നു. ചർച്ച് ഓഫീസിൽ സഹോദരിമാർ ജോലി ചെയ്യുന്നുണ്ട്. മീഡിയ സെക്ഷനിൽ ജോലി ചെയ്യുന്നുണ്ട്. എവരിവെയർ, എങ്ങോട്ട് തിരിഞ്ഞാലും സഭയ്ക്ക് എവിടെയെല്ലാം ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ അവിടെയെല്ലാം സഹോദരിമാരുണ്ട്. പക്ഷേ പുരുഷൻ്റെ മേൽ കർത്തൃത്വം നടത്തുവാൻ ഒരു സ്ത്രീയെ സഭ ആക്കാറില്ല. എന്ന് പറഞ്ഞാൽ പാസ്റ്ററൽ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കാറില്ല. അതിൽ പുരുഷൻ്റെ മേൽ കർത്തൃത്വം നടത്തും. പിണങ്ങരുതേ, ആരോടുമുള്ള മനഃപൂർവ്വം കൊണ്ടല്ല. ഏതെനി പറ്റിപ്പോയി ഞങ്ങളിപ്പോൾ എന്തോ ചെയ്യാൻ, നമ്മളിപ്പോൾ എന്നെ ചെയ്യാനാണ്? നമ്മളിപ്പോൾ എന്നെ ചെയ്യാൻ? ഏതിനി പറ്റിപ്പോയി അപ്പച്ചൻ കാണിച്ചതല്ല നമ്മളീ നടക്കുന്നത്. അമ്മച്ചി കാണിച്ചാൽ നിങ്ങളും കേൾക്കുക. ഇപ്പം എന്നെ ചെയ്യാൻ? 1 കൊരിന്ത്യർ 7-1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ദേ ഹാവ് ഫ്രീഡം ഇൻ ഫാമിലി ലൈഫ്. ആ ഭാഗം അവരവർ വീട്ടിൽ പോയി അങ്ങ് വായിച്ചാൽ മതി, ഇവിടെ വായിക്കുന്നില്ല. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ പരിപൂർണ സ്വാതന്ത്ര്യം കുടുംബജീവിതത്തിൽ സ്ത്രീകൾക്കുണ്ട്. ഞാൻ അക്കാര്യം മാത്രം എടുത്തു പറഞ്ഞോട്ടെ. ഒരു ക്ലാസിക്കൽ പെന്തക്കോസ്റ്റൽ ചർച്ചിൽ നാം ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാ.
എസെക്കിയേലിൻ്റെ പുസ്തകം 44:20 ഒന്ന് പ്രത്യേകിച്ചെടുത്തു. ഞാനിതുവരെ സഹോദരിമാരെ തന്നെ തൊട്ടു, സഹോദരന്മാരെ തൊട്ടില്ല. ആർക്കും പ്രയാസം തോന്നണ്ട, നമ്മുടെ കോട്ട തേണ്ട വരുന്നു, നമ്മുടെ കോട്ട തേണ്ട വരുന്നു. വേദപുസ്തകം സ്ത്രീകൾക്ക് തന്നെയല്ല പുരുഷന്മാർക്കും ഒരുപോലെ. ഇതിനകത്ത് ദൈവത്തിൻ്റെ പ്രമാണമാണ്, മാറ്റപ്പെടുത്താൻ ഒക്കത്തില്ല. എസെക്കിയേൽ പ്രവചനം 44:20 വെള്ളിയാഴ്ച രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിനോട് വ്യക്തമായി എഴുന്നേറ്റ് വായിക്കാൻ ആവശ്യപ്പെട്ട ഒരു ഭാഗമായിരുന്നു എസെക്കിയേൽ 44. എസെക്കിയേൽ 44 ഏത് കാലഘട്ടത്തെ കുറിക്കുന്നതെന്നറിയാമോ? സഹസ്രാബ്ദ യുഗം മുതൽ മുൻപോട്ട് ഭൂമിയിൽ ക്രമീകരിക്കപ്പെട്ട ദൈവസഭ ഭരണത്തിൽ വരുമ്പോൾ യേശു രാജാവായി ഭരിക്കുന്ന അക്കാലം സഹസ്രാബ്ദ യുഗത്തിൽ ഈ ഭൂമിയിൽ നടക്കുവാനുള്ള ക്രിസ്തീയ ദൈവിക ദേവാലയത്തിൽ, ദൈവിക ആലയത്തിൽ അതിൻ്റെ പ്രമാണങ്ങളെ കുറിക്കുന്ന ഒരു അധ്യായമാണ് എസെക്കിയേൽ 44. ഇതിനകത്ത് 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇതിൻ്റെ ഐക്കൺ അല്ലെങ്കിൽ പാറ്റേൺ ദാറ്റ് ഇസ് സെറ്റപ്പ് ഇൻ ഹെവൻ, സ്വർഗത്തിൽ നിയന്ത്രിതമായിരിക്കുന്ന ആ പാറ്റേണിലേക്ക് മാറുകയാണ്. അതിനകത്ത് 20-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ പുരോഹിതന്മാർ തലയുടെ ഇറമ്പ് വടിക്കരുത്, വളർത്തുകയും അരുത്, നീട്ടുകയും അരുത്, കത്രിക കൊണ്ട് കത്രിക്കണം. എന്താ ബൈബിളിൽ ഇതൊക്കെ കയറ്റി എഴുതിയോ? അല്ല പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കേണ്ടത്? നാം പുതിയ നിയമ പുരോഹിതന്മാരാ. എസെക്കിയേൽ 44:20 തലമുടി കത്രിക്കുക മാത്രം ചെയ്യുക. ലേവ്യ പുസ്തകം 21:5 പുരോഹിതൻ മുടി വടിക്കരുത്, താടിയുടെ അറ്റം മുറിക്കരുത്. ലേവ്യർ 19:2 താടി വികൃതമാക്കരുത്, ശരീരത്തിൽ മുറി ഉണ്ടാക്കരുത്, ടാറ്റു കുത്തരുത്. എസെക്കിയേൽ ഇത് കാണാം. എസെക്കിയേൽ 44:21 ഭക്ഷണം കഴിക്കുന്നതും വീഞ്ഞു കുടിക്കുന്നതും എന്ത് വർജിക്കണം, എന്ത് ഭക്ഷിക്കണം. എസെക്കിയേൽ 44:22 വിവാഹ മര്യാദകൾ എന്തായിരിക്കും. ഇനി ഞാൻ മുടിയെക്കുറിച്ച് തന്നെ ഒന്ന് തൊടുവാൻ, ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ നമ്മളിത് കണ്ടു കഴിഞ്ഞതാണ്. ഒന്ന് ചിന്തിക്കുക. ഈജിപ്ഷ്യൻ മഹാരാജാക്കന്മാരുടെ മുടിയുടെ രൂപമാണ് കാണുന്നത്. ഈജിപ്ഷ്യൻസിനെ ഭരിച്ചിരുന്നത് ഏലിയൻസാണ്. ദർ ഏലിയൻ സപ്പോർട്ടഡ്. അവിടുത്തെ തൂത്തൻഖമൂൻ എന്ന രാജകുമാരൻ്റെ കല്ലറയിൽ നിന്നും കിട്ടിയ ഈ കഠാരി അല്ലെങ്കിൽ അവൻ്റെ ആയുധം ഞാനിവിടെ വിശദമായി എടുത്തതാണ്. ഇത് ഭൂമിയിലുള്ള ഒരു വസ്തു കൊണ്ടുണ്ടാക്കിയതല്ല, ഏതോ നക്ഷത്രങ്ങളിൽ നിന്നും കൊണ്ടുവന്ന വസ്തു കൊണ്ടുണ്ടാക്കപ്പെട്ടതാണ് എന്ന് കണ്ടുപിടിച്ചതിനെ തുടർന്നാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആകയാൽ അവരുടെ ദേവനെ പ്രസാദിപ്പിക്കേണ്ടതിന് അവരുടെ ഹെയർ സ്റ്റൈൽ എടുത്തിരുന്നു. ദൈവത്തിൻ്റെ പുരോഹിത, നിൻ്റേത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ഇരിക്കണം, സ്വരൂപത്തിലിരിക്കണം, അതുകൊണ്ട് അതിന് പോകരുത്. അസീരിയൻ ചക്രവർത്തിമാരെ ഭരിച്ചിരുന്നത് മറ്റൊരു ഏലിയനാണ്, വേറൊരു ശക്തിയാണ്. അവരുടെ മുടിയും താടിയും ഒന്ന് നോക്കിയേക്കണം. അവർ സേവിച്ചിരുന്ന ദൈവത്തിൻ്റെ സാദൃശ്യത്തിലാണ്. മനുഷ്യ, നിന്നെ സൃഷ്ടിച്ചത് ദൈവമാകയാൽ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും പോകുവാൻ ഇവ എങ്ങനെ സൂക്ഷിക്കണം എന്ന് ദൈവം പറയുന്നതായി കാണാം. എസെക്കിയേൽ 44 തുടരുകയാണ്. ഞാൻ ഇനി അവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ഇവിടം കൊണ്ട് നിർത്തിയേ മതിയാകത്തുള്ളൂ. എൻ്റെ ടൈം ഇച്ചിരൂടെ കൂടുതലായിപ്പോയി ഞാൻ വിചാരിച്ചതിനേക്കാൾ. അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുക. ഇത് പ്രയോജനമാണെന്ന് തോന്നുന്നുണ്ടോ? സ്വർഗത്തിലൊരു പാറ്റേൺ സെറ്റ് ചെയ്തു. മോശയുടെ അടുക്കൽ ദൂതന്മാരെ അയച്ച് കാണിച്ചു കൊടുത്ത് കണ്ടോളാൻ പറഞ്ഞു. മോശ തുടർന്ന് ജനത്തിന് വേണ്ടി എഴുതി. അതാണ് ലേവ്യ പുസ്തകത്തിലൊക്കെ എഴുതി വെച്ചത്. പുതിയ നിയമത്തിൽ വിശുദ്ധ പൗലോസിനെ സ്വർഗത്തിൽ കൊണ്ട് പഠിപ്പിച്ചു. പോയി പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അദ്ദേഹം വന്ന് വെച്ച് പറഞ്ഞു, മനുഷ്യരിൽ നിന്ന് പ്രാപിച്ചതല്ല, ലോകത്തിൽ നിന്ന് എടുത്തതല്ല, സ്വർഗത്തിൽ നിന്ന് പ്രാപിക്കുകയും യേശുവിൽ നിന്ന് പഠിക്കുകയും ചെയ്തത് ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. നിങ്ങൾ യോഗ്യമായി നടക്ക്, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകേണ്ടതിന് ദൈവം പറഞ്ഞതുപോലെ ചെയ്യേ. നമുക്കൊരു പ്രമാണത്തിൽ വരാം, കർത്താവേ ഞങ്ങൾ അങ്ങയെ പ്രസാദിപ്പിക്കും. ലോകം മുഴുവൻ എതിർത്താൽ ഞങ്ങൾ അങ്ങയെ പ്രസാദിപ്പിക്കും. സ്ത്രീകൾ തല മൂടുന്നതിനെക്കുറിച്ച് കർത്താവ് അനുവദിക്കുന്നെങ്കിൽ വരുന്ന ആഴ്ച ഞാൻ തൊടാം. ഇന്ന് തീർക്കണമെന്ന് ഓർത്താൽ ഒത്തില്ല, വരുന്ന ആഴ്ചയിൽ ഞാൻ തൊടാം. എന്നാൽ ദൈവം പ്രസാദിക്കാത്ത ആരാധനകളുണ്ട് എന്നൊരു 20ഓളം തെളിവുകൾ നമ്മുടെ മുമ്പിലോട്ട് എടുത്തു വയ്ക്കുവാൻ കഴിഞ്ഞു. എനിക്ക് ഏക ലക്ഷ്യം യേശുവിനെ പ്രസാദിപ്പിക്കുക. കണ്ണുകൾ അടയ്ക്കാം. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, അങ്ങയെ പ്രസാദിപ്പിച്ചുകൊണ്ട് ആരാധനകൾ മുൻപോട്ട് കൊണ്ടുപോകുവാൻ, കർത്താവെ ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ കർത്താവ് ഞങ്ങൾക്ക് കരുണ കാണിക്കണമേ എന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ കരുണയും കൃപയും ഞങ്ങളുടെ മേൽ കാണണേ. മഹത്വമുള്ള ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് ചില വലുത് ചെയ്താലും അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ.